നമ്മുടെ എല്ലാം സ്വന്തം വാസവൻ സാറാണ്. എവിടെയൊക്കെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നുവോ അവിടെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്തുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തന നന്മയും ഒരു വിശ്വമാനവികതയും ജനിക്കുക. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലഘട്ടമായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമായി വന്നത്. അന്ന് സംഘടിക്കാനോ സമരം ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലാതെ പൗരാവകാശ ദംശനങ്ങളും ഒക്കെ നിലനിന്നിരുന്നൊരു ഘട്ടമാണ്. അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ കൂടിയാണ് ആദ്യം വളർന്നു വന്നത്. ഏറ്റവും വലിയ രൂപത്തിൽ സൈബർ ആക്രമണങ്ങൾ. എന്തിനാണ് സൈബർ ആക്രമണങ്ങൾ? ഇപ്പോൾ നമ്മുടെ അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നം മറ്റേ കേസില്ല, ആ കേസിനകത്ത് യഥാർത്ഥത്തിൽ അവരനുഭവിച്ച വേദന, യഥാർത്ഥത്തിൽ ഒരു ജീവപര്യന്തം ഉണ്ടായത് അവർക്കാണ് അല്ലേ? ജീവിതാവസാനം വരെ നഷ്ടം സംഭവിച്ചത് അതിജീവിതയ്ക്കാണ്. നമുക്കൊരു പൊതുപ്രവർത്തകന് ഭരണരംഗത്ത് വരുമ്പോൾ പടിപടിയായി പ്രവർത്തിച്ച് കയറി വരുന്നവരും മറിച്ച് ആദ്യം നേരിട്ട് വരുന്നവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടാകും. ലീഡർഷിപ്പ് അൺഫിൽറ്റേഡിലേക്ക് ഏവർക്കും സ്വാഗതം. 1954 മട്ടക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞ് ജനിച്ചു. അന്ന് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട ഒരു വ്യക്തിക്ക് 20-ാം വയസ്സിൽ SFIയിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി നമ്മുടെ എല്ലാം സ്വന്തം വാസവൻ സാറാണ്. സാർ, ഒരുപാട് സന്തോഷം. ഈ ഒരു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ജനിച്ചു 20 വയസ്സിലാണ് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് അല്ലേ? അല്ല, 20 വയസ്സിലല്ലേ? അതിനു മുമ്പ് 18-ാം വയസ്സിൽ തന്നെ ഞാൻ പാർട്ടിയുടെ ഗ്രൂപ്പ് മെമ്പറായി വന്നു കഴിഞ്ഞു. SFIയിൽ 20 വർഷം, അത് 20-ൽ ആണ് SFIയിൽ വരുന്നത്. ശരിയാണ്. പ്രാദേശികമായി പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വേരോട്ടുള്ളൊരു പ്രദേശത്ത് അതിൻ്റെ ആ ആശയപരമായ വ്യക്തതയോടുകൂടി തന്നെ ഈ 18-ാമത്തെ വയസ്സിൽ തന്നെ പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം സ്വീകരിക്കുന്നു. വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് CPIഎമ്മിൽ ഒരാൾ വരണമെങ്കിൽ 3 ഘട്ടമുണ്ട്. 1 ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, 2 കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ്, 3 ഫുൾ മെമ്പർഷിപ്പ്. ഒരാൾ പൂർണ്ണ മെമ്പറാവണമെങ്കിൽ ഈ 2 തട്ട് കടന്നിട്ടേ പൂർണ്ണതയിലേക്ക് വരാൻ പറ്റും. മറ്റേത് പാർട്ടിക്കകത്തും അങ്ങോട്ട് മെമ്പർഷിപ്പ് പൈസ കൊടുത്തു വേണം ചേർക്കും. പക്ഷേ ഇതിനകത്ത് മാത്രം അങ്ങനെയില്ല. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കേഡർ പാർട്ടിയായിരുന്നു. മാസ് പാർട്ടി ഓർഗനൈസേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി മെമ്പർഷിപ്പ് ആയ ആളാണ്. മാസ് പാർട്ടി ഓർഗനൈസേഷനായി മാറുന്നത് 1980 കൂടി സാൽഖിയ പ്ലീനം വന്നു കഴിഞ്ഞിട്ടാണ്. 1978 ജലന്ധർ കോൺഗ്രസ് നടക്കുന്നു. ജലന്ധർ കോൺഗ്രസ്സിൽ വെച്ചിട്ട് മാസ് പാർട്ടി ഓർഗനൈസേഷൻ്റെ റെസൊല്യൂഷൻ വന്നു. ആ കേഡർ പാർട്ടി സ്വഭാവം മാറി ഒരു മാസ് പാർട്ടി ഓർഗനൈസേഷനിലേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത് സാൽഖിയയിൽ ഒരു പ്ലീനം നടന്ന ആ പ്ലീനത്തിൽ വെച്ചാണ്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു മാസ് പാർട്ടി ഓർഗനൈസേഷനിലേക്ക് CPIഎം വന്നത്. വർഗബഹുജന സംഘടനകൾക്കെല്ലാം സ്വതന്ത്രവും ജനാധിപത്യപരവുമായ പ്രവർത്തന സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ മാസ് പാർട്ടി ഓർഗനൈസേഷനിലേക്ക് വന്നു. അങ്ങനെയാണ് പിന്നീട് സ്വതന്ത്രമായി SFI, DYFI, അതുപോലെ CITU, മറ്റ് മഹിളാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, ഇങ്ങനെ വിവിധ വർഗ ബഹുജന സംഘങ്ങൾ പിന്നീട് അതിൻ്റെ സ്വതന്ത്രവും ജനാധിപത്യപരമായ രൂപത്തിൽ നിലനിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നത് ആ മാസ് പാർട്ടി ഓർഗനൈസേഷൻ പാർട്ടി അംഗീകരിച്ചതിന് ശേഷമാണ്. അത് ഈ EMS ആയിരുന്നു പാർട്ടി സെക്രട്ടറി. അതുവരെ അതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ സുന്ദരിയ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലും അതിനെ പുറകോട്ടെടുത്തു കഴിഞ്ഞാൽ ഒന്നായിരുന്ന പാർട്ടിയുടെ സെക്രട്ടറിമാരെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അതൊരു കേഡർ പാർട്ടി സ്വഭാവത്തിലായിരുന്നു ആദ്യം പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സ്ഥിതിക്ക് മാറ്റം വന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വസ്തുനിഷ്ഠ സാഹചര്യത്തെ പരിശോധിച്ചപ്പോൾ ഒരു പാർട്ടി പൊതുവിൽ ഭരണകൂടത്തെ വിലയിരുത്തുന്ന വർഗപരമായ കാഴ്ചപ്പാടുണ്ട്. ആ വർഗപരമായ കാഴ്ചപ്പാടിൽ CPIഎം ഉയർത്തിയത് മുതലാളിത്ത വികസന പാത നടപ്പാക്കുന്നതിനായി വിദേശ ഫൈനാൻസ് മൂലധനവുമായി കൂടുതൽ സഹകരിക്കുന്നതും വൻകിട ബൂർഷ്വാസിയാൽ നയിക്കപ്പെടുന്നതുമായ ബൂർഷ്വാ ഭൂപ്രഭു വർഗാധിപത്യത്തിൻ്റെ ഉപകരണമാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം എന്നാണ് ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ച് പാർട്ടി വിലയിരുത്തിയിട്ടുള്ള അതിൻ്റെ പരിപാടിയിൽ. അപ്പോൾ അത്തരം ഒരു ഭരണകൂടത്തെ മാറ്റി തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ സോഷ്യലിസം വരണമെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് കേന്ദ്രീകരിച്ച ഈ ബൂർഷ്വാ ഭരണകൂടത്തെ തകർക്കാൻ 3 തരത്തിലുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ, കാരണം ഇതിനെ സഹായിക്കാൻ വരുന്നവരാണ്.
2, രാജ്യത്തെ കുത്തകാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം. 3, ഒരു മാസ് പാർട്ടി ഓർഗനൈസേഷനുടെ വസ്തുനിഷ്ഠ സാഹചര്യത്തെയും ആത്മനിഷ്ഠ സാഹചര്യത്തെയും പരുവപ്പെടുത്തിയ ഒരു രംഗം. ഈ 3 ഘട്ടങ്ങളെ യോജിപ്പിച്ചാലാണ് രാജ്യത്തൊരു റവല്യൂഷൻ നടക്കുക എന്നതാണ് പാർട്ടി വിഭാവനം ചെയ്യുന്ന കാഴ്ചപ്പാട്. അപ്പോൾ അതനുസരിച്ചാണ് ഈ പാർട്ടി ഓർഗനൈസേഷൻ, അത് പലർക്കും അറിയില്ല, ഈ എല്ലാം പാർട്ടിയും പോലൊരു പാർട്ടി എന്ന രൂപത്തിലാണ് CPM പലരും വിലയിരുത്തുന്നത്. അങ്ങനെയല്ല. ഒരാൾ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ ആദ്യം വർഗപ്രസ്ഥാനത്തിലോ ബഹുജന പ്രസ്ഥാനത്തിലോ പ്രവർത്തിച്ച് ആ പോരാട്ടങ്ങളിലൂടെ അവരുടെ ഊർജ്ജസ്വലത കാണുമ്പോൾ അവരെ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യും. ഒരാൾ ഓടി വന്നിപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഒരു 10 കോടി രൂപ തരാം, ഒരു മെമ്പർഷിപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല, കിട്ടുകയാണ്. മറ്റേതൊരു പാർട്ടിയിലാണെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിച്ച് കാശ് വാങ്ങിച്ച് കൊടുക്കും. ഇത് നമ്മളൊരു വലിയ വ്യത്യാസമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്ന കാൻഡിഡേറ്റ് വന്ന് പൂർണ്ണ മെമ്പറാകുന്നത് ശരിയാണ്. 18 വയസ്സുള്ളപ്പോൾ തന്നെ കാൻഡിഡേറ്റ് മെമ്പറായി, ഗ്രൂപ്പ് മെമ്പറായി, 19-എത്തുമ്പോൾ കാൻഡിഡേറ്റ് മെമ്പറായി, 20 പൂർണ്ണ മെമ്പർഷിപ്പിലെത്തി. അതെ. അപ്പൊ ഗൂഗിൾ പൂർണ്ണ മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അല്ല, അപ്പൊ 18-ാം വയസ്സിൽ എങ്ങനെയാണ്? കാരണം നമ്മള് 18-ാം വയസ്സിൽ എങ്ങനെ വരാൻ കാരണം നാട്ടുപ്രദേശത്തുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ വിവിധ പോരാട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ നാടുവാഴിത്തത്തിൻ്റെ സ്വഭാവമുള്ള നാട്ടുപ്രമാണിക്കെതിരായിട്ടുള്ള പോരാട്ടം, ഈ പാവപ്പെട്ടവനെ വല്ലാത്ത രൂപത്തിൽ അടിച്ചമർത്തുന്ന രൂപത്തിലേക്കും അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങൾ വന്നാൽ അവരെ മനുഷ്യരായി കണക്കാക്കാത്ത രൂപം ഒക്കെ ഉയർന്നു വന്നിരുന്ന സന്ദർഭം ഉണ്ടായിരുന്നെന്ന്. അത്തരമൊരു കാലഘട്ടത്തിൽ ആ അടിച്ചമർത്തലിനെതിരെ അടരാടിയവരുടെ ഒപ്പം നിന്ന് ആ പോരാട്ടത്തിൽ ആകൃഷ്ടനായിട്ടാണ് പാർട്ടിയിലേക്ക് വരുന്നത്. അച്ഛൻ എന്താ ചെയ്തിരുന്നത്? അടുത്ത് ബിസിനസ്, ചെറുകിട ബിസിനസ്സുകാരനായിരുന്നു. അമ്മ ഹൗസ് വൈഫ് എന്ന രൂപത്തിൽ വീട്ടിൽ. ഓക്കെ. അപ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും മകൻ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു വേവലാതി ഉണ്ടാവുമല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ പുരോഗമന ആശയങ്ങളോട് യോജിപ്പുള്ളവരായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ തന്നെ. അതുകൊണ്ട് പ്രശ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരാളെ നന്നാവാൻ വേണ്ടി അയക്കുന്ന പാർട്ടി എന്ന രൂപത്തിലായിരുന്നു അന്ന് കണ്ടിരുന്നത്. എന്തൊരു കുഴപ്പമുള്ളവരാണെങ്കിൽ തന്നെ. എന്നുവെച്ചാൽ അന്ന് തെറ്റായ ഒരു പ്രവണതയും പാർട്ടിക്കകത്ത് അനുവദിക്കില്ല. ഉദാഹരണത്തിന് പാർട്ടിക്കൊരു മെമ്പർഷിപ്പ് കൊടുക്കുന്നൊരു അടിസ്ഥാന യോഗ്യത സർവകലാശാല ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അക്കാഡമിക് നിലവാരമോ അവരുടെ സാമ്പത്തിക സ്രോതസ്സോ അല്ല, മറിച്ച് സ്വഭാവത്തിലെ വൈശിഷ്ട്യമാണ്. 4 പേരെടുത്താൽ അവൻ പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞാൽ 4 പേരുടെ മുമ്പിൽ നായകനാവണം, മാതൃകയായിരിക്കണം. ഒന്ന്, അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ നിന്നും പോയിക്കൂടാ. കള്ളുകൂടിയനോ പിടിച്ചുപറിക്കാരനോ മോഷ്ടാവോ അല്ലെങ്കിൽ തെറ്റായ പ്രവണത പെണ്ണുപണിയും ഒക്കെ ആയി പോകുന്ന ഒരു ശൈലിയുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യവും പാർട്ടി അംഗീകരിക്കുന്നില്ല. അതെല്ലാം നിരാകരിക്കുകയാണ് എല്ലായ്പ്പോഴും ഇതിനകത്ത് കൃത്യമായി പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ 4 പേരുടെ മുമ്പിൽ ഒരു പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞാൽ അവൻ നായകനാകണം, തെറ്റായ പ്രവണതകളിലേക്ക് പോയിക്കൂടാ. മറ്റേത് പാർട്ടിയേക്കാളും ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, അത് സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തപ്പെടുന്ന രൂപത്തിലുള്ള ശൈലികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഈ CPIM. അതുകൊണ്ട് തന്നെ അതിൻ്റെ സംഘടനാ രൂപത്തിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് വരുന്തോറും അംഗീകാരം ആ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും മറ്റു പാർട്ടികളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഘടകമാണ്. എനിക്ക് തോന്നുന്നു ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഓരോ ലീഡേഴ്സിനെയും അല്ലെ, ഓരോ ലെവലില്. നമ്മൾ അതുകൊണ്ട് തന്നെ SF-യിലൂടെ കടന്നു വന്നവർ ഓരോരുത്തരെയും ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവരൊക്കെ ഓരോ ലീഡർഷിപ്പ് സ്ഥാനത്തിരിക്കുന്നവരാണ്. പിന്നീട് ഇപ്പം മന്ത്രിയായി. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. 3. ഓക്കെ. പോർട്ട് കോർപ്പറേഷൻ, അതുപോലെ ദേവസ്വം. അങ്ങനെ 3 വളരെ ഇമ്പോർട്ടൻസ്. അതിനിടയ്ക്ക് വേറെ 2 വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. സാംസ്കാരികം സജി ചെറിയാൻ രാജിവെച്ചപ്പോൾ 6 മാസക്കാലം സാംസ്കാരിക വകുപ്പ് എൻ്റെ കയ്യിലായിരുന്നു. എല്ലാം കൂടെ എങ്ങനെ പറ്റുന്നു? രജിസ്ട്രേഷൻ ആദ്യഘട്ടത്തിൽ എൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ 5 വകുപ്പ് ഇപ്പം 3 ഉണ്ട്. അല്ല, എല്ലാം കൂടെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? അത് നമുക്ക് അനുഭവ സമ്പത്തും നമുക്കൊരു പൊതുപ്രവർത്തകന് ഭരണരംഗത്ത് വരുമ്പോൾ പടിപടിയായി പ്രവർത്തിച്ച് കയറി വരുന്നവരും മറിച്ച് ആദ്യം നേരിട്ട് വരുന്നവരും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ടാകും. നമ്മൾ ഈ ദേവസ്വം വീക്ഷണത്തിൽ പറഞ്ഞാൽ പടി 18 ചവിട്ടി കയറി വന്ന് സന്നിധാനത്തിലെത്തുന്നതും കുറുക്കുഴിയ സന്നിധാനത്തിലെത്തുന്നവരുണ്ട്. പടി 18 ചവിട്ടി സന്നിധാനത്തിലെത്തുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള അനുഭവ സമ്പത്തും ഒപ്പം ഈ രംഗത്ത് നമുക്ക് മറ്റ് ബന്ധങ്ങൾ ആർജിക്കുന്ന ഉള്ളടക്കവും ഒക്കെ കൂട്ടിച്ചേർത്ത് ഭരണരംഗം അനായാസം കൈകാര്യം ചെയ്തു പോകാൻ കഴിയുന്നത്. മറിച്ച് നേരിട്ട് ഒന്ന് ജനങ്ങളെ നന്നായി പഠിക്കാനും
അവരിൽ നിന്ന് പഠിക്കാനും അവരെ പഠിപ്പിക്കാനും കഴിയുന്ന ഒരു വീക്ഷണമാണ് മാർക്സിസം. അങ്ങനെ വരുന്ന ആളുകൾക്ക് എല്ലായ്പ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാം, ജനഹിതം മനസ്സിലാക്കാൻ കഴിയും. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കുന്നു ജനാധിപത്യത്തിൻ്റെ സങ്കല്പം. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ പൊതുപ്രവർത്തകനും മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയോ ഒരു പദവി ലഭിക്കുമ്പോഴോ ഞാൻ എല്ലാമായി എന്ന് ആരെങ്കിലും ധരിച്ചു പോയാൽ അവരുടെ അധപ്പതനം അവിടെ തുടങ്ങും. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചുകൂടാ. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നെ വന്ന് കണ്ടോളണം എന്ന് ധരിക്കുന്ന ജനപ്രതിനിധികളുണ്ട്. ഒരിക്കലും ശരിയല്ല. ഒരു പ്രശ്നം ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോഴാണ് ജനങ്ങൾക്ക് കുളിരുമ്പയില്ലാത്ത കുപ്പായ ആവശ്യമില്ല. ഒരാവശ്യമുള്ളപ്പോഴാണ് ഒരു ജനപ്രതിനിധി ആവശ്യം. അങ്ങനെ പ്രവർത്തിച്ചു വന്ന ഒരു പാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ. എല്ലാ പൊതുജനാധിപത്യ വേദികളിലും വന്നപ്പോഴൊക്കെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൂടി നടന്ന് പ്രവർത്തിച്ച അതിൻ്റെ അനുഭവ സമ്പത്തുകൾ, അത്രേ അനുഭവ സമ്പത്ത് പറയാൻ പറഞ്ഞാൽ നല്ല പുസ്തകം എഴുതാനുള്ള അനുഭവപാഠം എനിക്കുണ്ട്. നിരവധി അനവധി സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ, പൊതുവിൻ്റെ പ്രശ്നങ്ങൾ, അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്തിൽ നിന്ന് ഇപ്പോൾ SFI, DYFI, CITU പാർട്ടി രംഗം ഉയർന്നു വന്നത്. അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം, ഇങ്ങനെ പാർട്ടിയിലും എല്ലാ തട്ടും കടന്നു വന്നതായതുകൊണ്ട് പാർട്ടി രംഗത്തെ പ്രവർത്തനത്തിൻ്റെ അനുഭവ സമ്പത്തും പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പോരാടിയതിൻ്റെ അനുഭവ സമ്പത്തും രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മളെല്ലായ്പ്പോഴും പ്രവർത്തന രംഗത്ത് നമുക്ക് പ്രചോദനം ഉണ്ടാകുന്നത്, ഒന്ന്, നമ്മൾ അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി ആ വിഷയത്തിൽ ഇടപെടാവും. നമുക്ക് എല്ലാം അറിയാവുന്ന രൂപത്തിൽ ഏകപക്ഷീയമായ ഏതെങ്കിലും വിഷയത്തിൽ ഒറ്റയാൻ പോക്ക് പോയാൽ അപകടത്തിൽപ്പെടും. അതേസമയത്ത് അറിയാൻ പാടില്ലാത്ത വിഷയങ്ങൾ അതിൻ്റെ പാണ്ഡിത്യമുള്ളവരുമായി ആശയവിനിമയം നടത്തി പലരോട് ആശയവിനിമയം നടത്തുമ്പോൾ ശരി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആ ശരിയുടെ വഴി നമ്മൾ സ്വീകരിക്കും. എല്ലാം മറ്റൊന്നും പറയുന്നതനുസരിച്ച് പോകലല്ല, പലരോടായി ചർച്ച ചെയ്യും. ആശയവിനിമയം നടത്തുമ്പോൾ ഒരു വിഷയത്തിൽ ഗഹനമായൊരു വിഷയമാണെങ്കിൽ, പുതിയൊരു വിഷയമാണെങ്കിൽ അതിൽ പാണ്ഡിത്യമുള്ളവരാരാണോ അവരെ കണ്ടുപിടിച്ച് അവരുമായി ആശയവിനിമയം നടത്തി ആ രംഗത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ MLA ആയിരുന്ന ഘട്ടത്തിൽ എനിക്ക് നിയമസഭയിൽ ആദ്യമായി ആണവ കരാറിനെതിരായിട്ടുള്ള അനൗദ്യോഗിക പ്രമേയം ചർച്ച ചെയ്യാനുള്ള അവസരം എനിക്കാണ് നിയമസഭയിൽ നറുക്കിട്ടപ്പോൾ കിട്ടിയത്. അപ്പോൾ അന്ന് ഞാൻ കോട്ടയം MLA ആണ്, മന്ത്രിയൊന്നുമില്ല. ആ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ആണവ കരാറിനെ സംബന്ധിച്ച് ഒരു അനൗദ്യോഗിക പ്രമേയത്തിൽ ആദ്യം ഡിസ്കഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് പഠിക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 3 ദിവസം അസംബ്ലിയുടെ MLA ഹൗസിൽ ഇരുന്ന് അറിയാവുന്ന നിരവധി ആളുകൾ, പ്രകാശ് കാരാട്ടിൻ്റെ പുസ്തകങ്ങൾ, നമ്മുടെ TP ശ്രീനിവാസൻ്റെ പുസ്തകങ്ങൾ, പിന്നെ 2 കോളേജ് അധ്യാപകരുടെ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, 1, 2, 3 കരാറിനെക്കുറിച്ചും ആണവ കരാറിനെക്കുറിച്ചും എഴുതിയിട്ടുള്ള ഒട്ടനവധി ലേഖനങ്ങൾ, ഇതെല്ലാം പൊതുവിൽ റെഫർ ചെയ്ത് അത് പഠിച്ചിട്ട് വീണ്ടും അത് മനസ്സിലാക്കാൻ അന്ന് നൈനാൻ ഘോഷി ഉണ്ടായിരുന്ന കാലഘട്ടം. അദ്ദേഹം അന്തർദേശീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളായിരുന്നു. ഫോറിൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രംഗത്ത് വിദഗ്ധനുമായിരുന്നു. അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി, TP ശ്രീനിവാസനുമായി ആശയവിനിമയം നടത്തി. അതുപോലെ തന്നെ ഈ വിദേശ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്ന എംബസികളിലെ ആളുകളുമായി ബന്ധപ്പെട്ടു. ഈ പുസ്തകങ്ങൾ റെഫർ ചെയ്തു. എല്ലാം ചേർത്തിട്ട് നിയമസഭ കൂടുന്ന ഘട്ടത്തിന് മുമ്പ് തന്നെ MLA ഹോസ്റ്റലിൽ ഇരുന്ന ഒരു ദിവസം രാത്രി ഇത് സംബന്ധിച്ച് മുഴുവൻ ഇരുന്ന് പഠിച്ചതിന് ശേഷം നടന്ന് ഞാൻ പ്രസംഗിച്ചു. എന്നിട്ട് സഭയിൽ വന്ന്, എനിക്ക് സഭ പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും നോക്കി വായിക്കില്ല, എല്ലാം ഹൃദയസ്ഥമാക്കിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അത് എല്ലാ കാര്യവും ഞാൻ അങ്ങനെ ഞാൻ ഇത് അവതരിപ്പിച്ചു. അപ്പോൾ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു എതിർത്തപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത്. പുള്ളി പ്രഗത്ഭനായ പാർലമെൻറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം ചാനലിൽ ചർച്ച വന്നു ഞങ്ങളുമായിട്ട്. പിന്നീട് ദൂരദർശന ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് G. കാർത്തികേയനും TP ശ്രീനിവാസനും ഞാനുമായിരുന്നു പാനലിലുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ നന്നായി എനിക്ക് ആ വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നോട് ആങ്കർ തന്നെ ചോദിച്ചു, ഇത്രയും ഡീറ്റെയിൽസൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? അപ്പോൾ ഞാൻ ഇങ്ങനെ പുസ്തകങ്ങൾ വരുത്തി അവർക്ക് എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാവുന്നവരോട് ഞാൻ ആശയവിനിമയം നടത്തി. അങ്ങനെയാണ് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശ്രമം നടത്തിയാൽ ഏത് കാര്യത്തിലും നെപ്പോളിയൻ പറഞ്ഞ പോലെ നത്തിങ് ഇമ്പോസിബിൾ ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളിലേക്ക് വരാൻ എപ്പോഴും നമുക്കറിയാൻ പാടില്ലാത്ത കാര്യം ഇപ്പം അറിയാവുന്നവരോട്, നമ്മളെക്കാൾ മുതിർന്നവരെ നമുക്ക് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരവും നമ്മൾ വേണം. നമ്മളിപ്പോൾ ഒരു മന്ത്രിയായി എന്ന് വിചാരിച്ച് തീരെ പട്ടിണിക്കാരനായ പാവപ്പെട്ടവനോടും സമ്പന്നനായ ഒരു കുബേരനോടും നമുക്ക് സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിൽ കുബേരനോട് പ്രത്യേകിച്ചൊരു പരിഗണനയും ഈ പാവപ്പെട്ടവനോട് മറ്റൊരു നിഷേധം അത് വന്നുകൂടാ. അവൻ അർഹിക്കുന്ന പരിഗണന അവന് കൊടുക്കണം.
പുറത്തു കൊടുക്കണം. അങ്ങനെ എല്ലാവരോടും അങ്ങനെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മാതൃകതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ജനപ്രതിനിധികളാകാൻ. പിന്നെ എവിടെയൊക്കെ മനുഷ്യന് വിഷമങ്ങളും വേദനകളും പ്രശ്നങ്ങളും ഉണ്ടോ അത് നമ്മൾ കണ്ടറിഞ്ഞ് നമ്മളെ ക്ഷണിക്കാതെ അവിടെ പോയി ആ കാര്യത്തിൽ സഹായിക്കാൻ കഴിയും. അങ്ങനെ സഹായിച്ചു വരുമ്പോൾ ജനങ്ങളെ ശ്രദ്ധിക്കും. അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന ഞാനൊരു പൊതുജീവിതത്തിൽ ഒരു 50-60% ഈ ദുരിതബാധിത പ്രശ്നങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശുപത്രികളിൽ രോഗികളെ സഹായിക്കുന്ന രംഗത്തുള്ള ദൗത്യങ്ങളാണ് നയിച്ചിട്ടുണ്ട്. എനിക്കൊരു അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുണ്ട്, ഞാനതിൻ്റെ സംഘാടകനായിരുന്നു. ഇപ്പോൾ കോവിഡ് വന്ന കാലഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു 15,65,000 പേർക്ക് ഭക്ഷണം ഏതാണ്ട് 2 വർഷത്തിനിടയ്ക്ക് സൗജന്യമായി കൊണ്ട് കൊടുത്തിരുന്നു. അത് വേറെ ആരും, അന്നത്തെ കളക്ടറും സൂപ്രണ്ടും പറഞ്ഞപ്പോൾ ആരും ലോക്ക്ഡൗൺ പേരിട്ട് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. രോഗികൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ 3,500-4,000 രോഗികളായപ്പോഴുള്ള 2 ദിവസം ഭയങ്കര വിഷമമായിട്ട് ഭയങ്കര ബഹളമായി. അപ്പോഴാണ് കളക്ടറിനോട് സംസാരിച്ചത്, എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സൊസൈറ്റി ഏറ്റെടുക്കാം, ചാരിറ്റബിൾ സൊസൈറ്റി. അങ്ങനെ ഞങ്ങളൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് ഭക്ഷണം ഉണ്ടാക്കി ഞാനും അവിടുത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി വീണ്ടും കൂടെ കൂടി ചേർന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകിട്ടും കോവിഡ് രോഗികൾക്ക് 3 നേരവും അല്ലാത്ത രോഗികൾക്ക് ഉച്ചഭക്ഷണം അങ്ങനെ കൊടുത്തു, ഒരു പൈസ പ്രതിഫലം വാങ്ങാതെ. അത് നാട്ടിലൊരു വലിയ സംഭവമായി ചർച്ചയായി മാറി. അപ്പോൾ അവരുടെ ആ വിഷമം ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി ചെയ്തു. അത് ഇങ്ങോട്ട് യാചിക്കുന്നതിനപ്പുറത്ത് അങ്ങോട്ട് പോയി അവരെ സഹായിക്കുന്ന രൂപത്തിലേക്ക് എടുത്ത ഒരു സമീപനം ഭയങ്കരമായ ഒരു ശ്രദ്ധിക്കപ്പെട്ട സംഭവമായി മാറി. അതുപോലെ തന്നെ ഓരോ വിഷയവും ഇത്തരത്തിൽ ദുരന്തം, ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടായ കാലഘട്ടത്തിൽ 22 ദിവസം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയായിരുന്നു. അവരെ സഹായിക്കാൻ ഈ ടോറസ് ലോറിയുമായി മുങ്ങിപ്പോയ സ്ഥലങ്ങളിലെല്ലാം ആളുകളെ കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിൽ നിന്ന് ചങ്ങനാശ്ശേരി ഒരു 20,000-ലധികം ആളുകളെ നിങ്ങൾ 2 ദിവസം കൊണ്ട് കൊണ്ടുവന്നു. 42 ടോറസ് വായിന്. അത് കഴിഞ്ഞ് കുമരകം തിരുവാറൂർ പ്രദേശമൊക്കെ വെള്ളത്തിൽ താഴുമ്പോൾ അവിടെ പോയി ജനങ്ങളെ ഞങ്ങൾ ടോറസ് റോഡിൽ കൊണ്ടുവന്ന രംഗമുണ്ട്, രാത്രിയും പകലും ഇല്ലാതെ. അതൊക്കെ ആളുകൾ വിഷമിക്കുന്ന ഘട്ടത്തിൽ അത്തരം രംഗങ്ങളിൽ അവർ സഹായിക്കാൻ എത്തുന്നത് അവർ കൃത്യമായി ശ്രദ്ധിക്കും. അല്ല, ന്യായമായും പൊതുപ്രവർത്തനത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടിയാണ്. അതൊരു മറ്റു രൂപത്തിലല്ല ഞാൻ വ്യാഖ്യാനിക്കുന്നത്. എപ്പോഴും പൊതുപ്രവർത്തകർ അങ്ങനെയായിരിക്കണം. എവിടെയൊക്കെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നുവോ അവിടെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്തുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തനത്തിലെ നന്മയും ഒരു വിശ്വമാനവികതയും ജനിക്കുക. അങ്ങനെ ആയിരിക്കണം പൊതുപ്രവർത്തകർ വരിക. അങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ വിവിധ ദുരന്തങ്ങൾ, ഞാൻ പറയാം, കടുവാപ്പാറ ബസ് അപകടം ഉണ്ടായി. ആ അപകട രംഗത്ത് ആദ്യം മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെയും അതുപോലെ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇതെല്ലാം നിർത്തി വീട്ടുകളിലേക്ക് ആളെ അയക്കുന്ന രംഗത്ത് ആദ്യം ഇടപെട്ട ഞങ്ങളാണ്. ഐങ്കൊമ്പ് ബസ് ദുരന്തം, 16 പേര് കത്തിക്കഴിഞ്ഞത് പാലായിക്കപ്പുറത്ത്. അത് ഇപ്പോഴത്തേക്ക് ഒരു 29 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും. ആ രംഗത്ത് ആദ്യം ഓടിയെത്തിയത് ഞാനായിരുന്നു. എൻ്റെ വണ്ടിയിലാണ് കളക്ടറെ കയറ്റിക്കൊണ്ട് അവിടെ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് 16 പേര് കത്തിക്കരിഞ്ഞ് മനുഷ്യ ശരീരം കത്തിക്കഴിഞ്ഞാലുള്ള ദുർഗന്ധം എന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാവരും വിട്ടുപോയി. അപ്പോൾ ഈ കത്തിക്കരിഞ്ഞത് എങ്ങനെ കൊണ്ടുപോകുന്നുള്ള പ്രശ്നം കളക്ടർ വീട്ടിലേക്ക് കയറ്റി. ഞാൻ പറയും, സാധ്യമല്ല, MSCT കേട്ടിട്ടുണ്ട്, അതിൻ്റെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, പോസ്റ്റ്മോർട്ടം നടക്കണം. അപ്പോൾ ആരിതെടുക്കും? ഞാൻ പറഞ്ഞു, നമുക്ക് പെറുക്കാം. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഇറങ്ങി. ഞങ്ങളുടെ അവിടെ തോട്ടത്തൊഴിലാളി ഇവരുണ്ടായിരുന്നു, കട്ടൻസ് തൊഴിലാളികൾ, റബ്ബർ മരം മുറിക്കുന്നത്, അവരെ കൂടെ വിളിച്ചു വരുത്തി വാഴയില വെട്ടിയിട്ട് 16 ബോഡി ഞങ്ങൾ പെറുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അതിൽ ബേൺസിൽ IC പ്രത്യേകിച്ച് ഉണ്ടാക്കി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി ബാക്കി പരിക്കേറ്റവരെ ചികിത്സിച്ച് ഭേദമാക്കുന്ന പ്രവർത്തനവും അന്ന് 2 ദിവസം ഒരു 3 മണിയോടുകൂടി അതിലേർപ്പെട്ടിട്ട് പിറ്റേ ദിവസം 4 മണി വരെ അതിൽ നിന്ന് മാറാതെ നിന്ന് മുഴുവൻ ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിലയക്കുന്നവരെ ഞാനും കളക്ടറും അത് പത്രങ്ങളൊക്കെ ഒന്ന് എഴുതുകയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നീട് പരിക്കേറ്റവരെ സംരക്ഷിക്കാനും കഴിഞ്ഞു. അത് ടൈമിലുള്ള ഒരു ഇടപെടലാണ്. ആദ്യം ഫോൺ കിട്ടുന്നത് എനിക്കാണ്. എൻ്റെ ഫോൺ അന്ന് ഞാൻ CM-നെ വിളിച്ചറിയിക്കുന്നത്, CM നയനാരാണ്. അപ്പോൾ കളക്ടർ SP ഒക്കെ അത് കഴിഞ്ഞ് അറിയുന്നത്. അവരെൻ്റെ വണ്ടിയിലാണ് പിന്നെ കയറി വരുന്നത്, അവരുടെ വണ്ടി കേടായപ്പോൾ. ആ സംഭവം അപ്പോൾ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ അതിലപ്പോൾ ആക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം. നോക്കി നിൽക്കുക. അവിടെ കാഴ്ചക്കാരനല്ല, ആ ബോഡി വെറുക്കാൻ ആരും അതിൽ നമ്മളിറങ്ങുമ്പോൾ മറ്റൊരും വരും. അതുപോലെ തന്നെ മറ്റ് കുമരകം ബോട്ടപകടം ഉണ്ടായി, 28 പേര് മരിച്ചു. ഞങ്ങൾ ആ അപകട സ്ഥലത്ത് ബോഡി വെറുക്കാനും ആ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ 2-3 ദിവസം മെനക്കെട്ടു. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി ടിപ്പർ അപകടം, 10 പേര് മരിച്ചൊരു സംഭവമാണ്. ആ അപകടത്തിൻ്റെ രംഗത്ത് എല്ലാ സഹായവുമായിട്ട് ഞങ്ങൾ എത്തിയിരുന്നു. തേക്കടി വോട്ട് ദുരന്തം, കോട്ടയത്തു നിന്നാണ് ഞാൻ മുഴുവൻ ആംബുലൻസും ബോഡിയെല്ലാം അയക്കാനുള്ളതായിട്ട് അവിടെ പോയിരുന്നത്. അതുപോലെ ശബരിമല സ്റ്റാമ്പേഡ് 33 പേര് മരിച്ച സംഭവം ആദ്യത്തെ ബോഡി മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കാനുള്ള പ്രവർത്തനത്തിലെല്ലാം അന്ന് മെഡിക്കൽ കോളേജ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്.
അത് കഴിഞ്ഞ് 120 പേര് മരിച്ച പുല്ലുമേട് ദുരന്തമുണ്ട് ശബരിമല. അതായിരുന്നു ഏറ്റവും കൂടുതൽ നമ്പർ. ആ ദുരന്തത്തിൽ 2 MLA ആയിരുന്നു, ഞാൻ കോട്ടയം MLA ആയിരുന്നിട്ട് 2-3 ദിവസം മെനക്കെട്ടിട്ടാണ് ആ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ. സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എവിടെ വിഷയം ഉണ്ടായാലും ആളുകൾ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. ഇങ്ങനെ പോകുന്നതുകൊണ്ടാകട്ടോ. അപ്പോൾ പത്രക്കാർ ഒരിക്കൽ എഴുതി, ഒരു സ്ഥലത്തൊരു അപകടം ഉണ്ടായാൽ ഒരു ഫോൺ കോളിൽ 3 കൂട്ടരെത്തുന്നു. എനിക്ക് ഫോൺ ചെയ്താൽ ഫയർഫോഴ്സും പോലീസും ഞാനും എത്തും. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചു പോയിട്ടുണ്ട് ഇത്തരം രക്ഷാദൗത്യത്തിന് വേണ്ടി. അതൊരു പൊതുപ്രവർത്തകൻ്റെ ധർമ്മമാണ്. അത് അങ്ങനെയാണ്. ജനങ്ങൾക്ക് എവിടെയൊക്കെ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഉണ്ടാകുന്നു, അവിടെ എവിടെങ്ങളിലൊക്കെ ഇടപെട്ട് അവരെ സഹായിക്കലാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അല്ലാതെ എവിടെയെങ്കിലും പോയി നമ്മൾ നേതാവ് വിളിച്ച് എന്നെ വന്ന് കണ്ടോളണം, ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന രൂപത്തിലേക്ക് നിന്നാൽ ഞാൻ പോക്കാണ്. അത് പൊതുപ്രവർത്തനമല്ല. നമുക്കെപ്പോഴും സാധാരണക്കാരോടൊത്ത് കഴിയാനുള്ള മനോഭാവവും അവരുടെ പ്രശ്നങ്ങൾ എടുക്കാനും അവരെ രക്ഷിക്കാനും കഴിയുന്ന ശൈലികൾ സ്വീകരിക്കുന്നതാണ് പൊതുപ്രവർത്തകൻ ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ചുമതലകൾ. സംശയം വേണ്ട. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു SFIയിലൂടെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് ഇതിനൊക്കെയുള്ള ഒരു മനോബലത്തിലൂടെയാണ് അല്ലേ? അതെ, ഏത് സംഘടനയിൽ കൂടി കടന്നു വന്നാലും നമ്മുടെ മനസ്സ് അതെ ഇത്തരം ഒരു വീക്ഷണമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒരു സർവീസ് ഓറിയന്റഡ് ആയിരിക്കണം നമ്മുടെ എല്ലാ. അല്ല, പക്ഷെ എന്നാലും ഇപ്പം ഫയർഫോഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരതിന് ട്രെയിൻഡ് ആണ്. അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകാരെ പറ്റി പറയുകയാണെങ്കിൽ അവരും ട്രെയിൻഡ് ആണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കത്തിക്കരിഞ്ഞ് ബോഡികൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അപകടം വരുന്ന സമയത്ത് നമുക്കൊരു മനസ്സിനൊരു ധൈര്യം വേണ്ടേ, ഒരു കട്ടി വേണ്ടേ? അത് ആ സമയത്ത് എനിക്ക് തോന്നിയൊരു വികാരം ഇതാണ്. ഈ കത്തിക്കരിഞ്ഞ് ആര് വെറുക്കുമെന്ന് കളക്ടർ ചോദിച്ചപ്പോൾ നമുക്കങ്ങോട്ട് ഇറങ്ങാം എന്നാണ് ഞാൻ പറഞ്ഞ മറുപടി. അപ്പം തന്നെ ആൾ വരുമെന്ന്. അതെ, നമ്മൾ കയറി ഒരു ബോഡി എടുത്തപ്പോഴേക്ക് മരംപെട്ട് തൊഴിലാളി വന്ന് ഞങ്ങളോട് കൂടാം, അവർ വെറുക്കാൻ വരികയാണ്. അപ്പോൾ നമ്മളോട് കൂടി ചെയ്യുകയാണ്. അങ്ങനെയാണ് ഒരു സംഭവത്തിലേക്ക് ആളുകളെ നയിക്കുന്നത്. അവിടെ നമ്മൾ കാഴ്ചക്കാരെ നയിക്കലില്ല. പലരും വന്നു കണ്ടു ഫോട്ടോ എടുത്തു പോയി. അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് TV ഉള്ള കാലമല്ല. ഒരു 29 വർഷം മുമ്പായപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് ഏഷ്യാനെറ്റ് മാത്രമാണ് ഈ ഇതുള്ളത്, ദൃശ്യമാധ്യമം. ഞാൻ ഈ ബോഡിയെല്ലാം കയറ്റി വിട്ട് പിറ്റേ ദിവസം 4 മണിക്ക് വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ഏഷ്യാനെറ്റിൻ്റെ കോട്ടയത്തെ ടോം എന്ന് പറയുന്ന ഒരു ആളായിരുന്നു അവിടുത്തെ ചാർജുകാരൻ. ഒരു ബൈറ്റ് തരാമെന്ന് ചോദിച്ചു. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ. ഞാൻ പറഞ്ഞു അതൊക്കെ വേറെ ആരെങ്കിലും തരട്ടെ, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ പുള്ളി അത് പിന്നീട് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അന്നേരം ഞാൻ എന്നെ വേറെ ആളെ കണ്ടത്. അന്ന് ഇത്രയേറെ 2 ദിവസം ഇതെല്ലാം ചെയ്തിട്ട് ഒരു TV-യിൽ ഒരു ഇൻ്റർവ്യൂവിന് പോലും നിന്ന് തരാതെ വൈറ്റ് കൊടുക്കാതെ കയറിപ്പോയി ഒരു പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞ് അയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അന്ന്. അപ്പോഴാണ് ഞാനും ഇത് ഓർത്തത്. അന്നൊന്നും നമുക്കൊരു പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ മറ്റ് രൂപങ്ങൾ വന്ന പോലെ തോന്നും. ഞാനും കളക്ടർ അവസാനം ഇപ്പോഴത്തെ നമ്മുടെ ഹോം സെക്രട്ടറിയാണ് വിശ്വനാഥ് സിൻഹ. പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറയും. വിശ്വനാഥ് സിൻഹ എന്ന് അവസാനം പുള്ളി ട്രാൻസ്ഫറായി പോകുമ്പോൾ ഞാൻ ജില്ലാ ബാങ്ക് പ്രസിഡൻ്റാണ്. പുള്ളി അവിടെ വന്ന് എന്നോട് പറഞ്ഞു, ഈ ജില്ലയിൽ ഒരു പൊളിറ്റീഷ്യനെ ഞാൻ കണ്ടതിൽ സേവനത്തിൻ്റെ പാതയിലും പൊതുപ്രവർത്തനവും നിങ്ങളാണ്. അതുകൊണ്ട് യാത്ര വരാൻ ഞാനിരിക്കുന്നവർക്ക് പുള്ളി വന്നു ജില്ലാ ബാങ്കിൽ. കളക്ടർ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഞാൻ അങ്ങോട്ട് ഇല്ലേ വേണ്ട. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വേണ്ട, അവിടെ വരാമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ നേരം എൻ്റെ ഇരിക്കാമെന്ന് പറഞ്ഞു സംസാരിച്ചു. അപ്പോൾ ആ സംഭവം 2-3 സംഭവങ്ങളാണ് എന്നോട് പറഞ്ഞത്. പൊതുപ്രവർത്തകർ എങ്ങനെയായിരിക്കണം അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓരോ ഘട്ടത്തിലും നമ്മൾ ആ സമയോചിതമായി നമ്മൾ പ്രതിഫലം പ്രതീക്ഷിച്ചല്ല അത് ചെയ്യേണ്ടത്. നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ താനെ ജനങ്ങളുടെ മനസ്സുകളിൽ പൊതുപ്രവർത്തനം എത്തിച്ചേരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പൊതുപ്രവർത്തകർ കൈക്കൂലി വാങ്ങിച്ചോ പിടിച്ചു പറിച്ചോ പലിശ വാങ്ങിച്ചോ ദുഷ്ടലാക്കോട് കൂടി സമ്പാദിക്കുന്ന ഏത് സമ്പത്തും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. അത് പിന്നെ അവസാനം മരണാനന്തരം വരുമ്പോൾ സമ്പത്തിനെക്കുറിച്ച് മക്കൾക്ക് അടിപിടിയായിരിക്കും. അതേസമയത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ല ബാങ്ക് ബാലൻസ്. അതെ, ഏറ്റവും വലിയ സേവിങ്സ്, ഏറ്റവും നല്ല ബാങ്ക് ബാലൻസ് ഇതായിരിക്കും. അത് ആളുകൾ ഓർത്തിരിക്കും. മറ്റേ നമ്മൾ എന്തെല്ലാം വൃത്തികേട് കാണിച്ചതൊക്കെ ഉണ്ടാക്കിയാലും അത് നശ്വരങ്ങളാണ്. ആദ്യത്തെ നമ്മുടെ സേവനം അനശ്വരമായിരിക്കും ചെയ്യും. അതാണ് തീർച്ചയായിട്ടും. അല്ല, എന്നാലും രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര നല്ലത് ചെയ്താലും കോൺട്രവേഴ്സീസ് അത്ര അധികം തന്നെ വരില്ലേ? അതൊക്കെ വരും. അത് നമ്മൾ പറയില്ലേ, കായ്ക്കുന്ന മരം കല്ലേറ് കൊള്ളേണ്ടി വരും. കായ്ക്കാത്ത ഏതെങ്കിലും മാവരട്ട് ഏറ് കിട്ടുമോ? ഇല്ല. അത് സ്വാഭാവികമാണ്. അത് എത്ര കണ്ട് ഉയരങ്ങളിലേക്ക് പോകും അത്ര കൊണ്ട് ആക്രമണങ്ങൾ വരും.
ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിയാണ്, ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. ഇത്രയും ഒരു വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി, ഭാവനയോടുകൂടി, ധാരണയോടുകൂടി എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുക. ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആക്രമണങ്ങളാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അതിലേതെങ്കിലും ഇപ്പം നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഒരു ഘട്ടത്തിൽ ലാവ്ലിൻ കേസ് പറഞ്ഞിട്ട് 10-15 വർഷം അദ്ദേഹത്തെ മീഡിയ വേട്ടയാടിയില്ലേ? ആ വേട്ടയാടിയതെല്ലാം അദ്ദേഹത്തിന് അവസാനം ആ ആക്രമണങ്ങളെല്ലാം അതിജീവിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായി മാറിയില്ലേ? അപ്പോൾ ഈ രംഗത്ത് പൊളിറ്റിക്സിൽ വരുമ്പോൾ, പൊതുപ്രവർത്തനത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ വരും. നമ്മൾ തെറ്റൊന്നും ചെയ്തില്ല, ഒന്നും ഭയപ്പെടേണ്ട, എൻ്റെ പോളിസി ഇതാ. എന്തെല്ലാം വിമർശനങ്ങൾ വന്നാലും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ആരെ ഭയപ്പെടണം? അന്തിമ വിജയം ശരിക്കായിരിക്കും. ഏത് പോരാട്ടത്തിലും സത്യം എന്താണോ അതിനായിരിക്കും അവസാനത്തെ വിജയം. ആദ്യം ഒരുപക്ഷെ ആക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടാലും ശരി എവിടെയോ ആ ശരി അവസാനം വിജയിക്കും. മറ്റു വിശ്വാസങ്ങളിൽ ഞാനൊരു വിശ്വാസം പറയാം. ഞാൻ വിശ്വസിക്കുന്ന ഒരു തിയറി ന്യൂട്ടൻ്റെ ലോയാണ്. ദർ ഈസ് ആൻ എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ആക്ഷനുകൾക്കും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും, സംശയമൊന്നുമില്ല. അനുഭവങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. അതൊരു ആ ന്യൂട്ടൻ്റെ ലോ വളരെ കറക്റ്റാണ്. അത് സയൻസാണ്. ഏത് പ്രവർത്തനത്തിലും ഒരു കുന്നിനൊരു കുഴിയുണ്ട്, ഒരു കയറ്റത്തിന്. എനിക്ക് തോന്നുന്നത് ഇത്രയും എന്താ പറയുക ധൈര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് തന്നെയായിരിക്കും ഈ രണ്ടാം സർക്കാരിൽ തീർച്ചയായിട്ടും ദേവസ്വത്തിലാണെങ്കിലും പോർട്ടിലാണെങ്കിലും സാറിനെ തന്നെ ഇട്ടിട്ടുണ്ടാവുക. ഹാൻഡിൽ ചെയ്യാൻ ഒരുപാടുണ്ടല്ലോ. അല്ല, ഏൽപ്പിച്ച ചുമതലകൾ കൃത്യമായി ചെയ്തു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ ഏത് കാര്യം ഏൽപ്പിച്ചാലും ഏൽപ്പിക്കുന്ന കാര്യം അത് കൃത്യനിഷ്ഠയോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കണം എന്ന നിലയ്ക്ക് എല്ലായ്പ്പോഴും ഇടപെടാണ്. അത് മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നിരവധി കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച നേരത്തെ ഞാൻ റെക്കോർഡ് ചെയർമാനായിരുന്നു. അന്ന് റബ്ബറൈസ്ഡ് കോയർ മാറ്റേഴ്സ് ഫാക്ടറി ഉണ്ടാക്കാൻ കൃത്യമായി ഉണ്ടാക്കി 10-300 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ വ്യവസായ സംഘമാക്കി. അതുപോലെ തന്നെ കോട്ടയത്ത് ഞാൻ MLA ആയിരിക്കുമ്പോൾ പോർട്ട്, കടലില്ലാത്തടത്ത് എങ്ങനെ പോർട്ട് ഉണ്ടാക്കും, നിയമസഭയിൽ എല്ലാവരും എന്നെ പരിഹസിച്ചു. ഞാൻ ആ MLA ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ ആ പോർട്ട് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കോട്ടയം പോർട്ട് ബ്രേക്ക് ഇവൻ പോയിന്റിലെത്തി. ഇപ്പോൾ വിഴിഞ്ഞുമായി ലിങ്ക് ചെയ്യാൻ പോവുകയാണ് ആ പോർട്ട്. ഇവിടെ ഏറ്റെടുത്ത ഇപ്പോൾ വേറൊരു കൂടി അക്ഷര മ്യൂസിയം ഞങ്ങൾ സഹകരണ വകുപ്പിൻ്റെ കീഴിൽ 15 കോടി രൂപ മുടക്കി കോട്ടയത്ത് ഒരു അക്ഷര മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അക്ഷര മ്യൂസിയം കൊണ്ടുള്ള ഗുണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ 2 കാലിൽ നടക്കാൻ തുടങ്ങിയ ഘട്ടം തൊട്ട് ആംഗ്യഭാഷയായിരുന്നു ആദ്യം. അതിനുശേഷം വാമൊഴി വന്നു. ആ വാമൊഴി വന്നതിൽ നിന്ന് അക്ഷരങ്ങൾ രൂപാന്തരപ്പെടുന്നു. ആ അക്ഷരങ്ങൾ വാക്കുകളായി, വാക്കുകൾ വാചകങ്ങളായി, വാചകങ്ങൾ ആശയങ്ങളായി, ആ ആശയങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ വരുന്നു. ഇങ്ങനെ ഭാഷയുടെ ഉൽപ്പത്തി, അതിൻ്റെ പരിണാമം പൂർണ്ണമായി ഒരു ചരിത്ര വിദ്യാർത്ഥിക്കോ ഏത് ഗവേഷക വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്തവനോ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ 1.5-2 മണിക്കൂർ എടുത്താൽ അവിടെ പോയി അത് കാണാം. എപ്പോഴെങ്കിലും നിങ്ങളത് കാണാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും. അത് ഞങ്ങൾ നമ്മുടെ പ്രശസ്തരായിട്ടുള്ള പഴയ നമ്മുടെ രാഘവാര്യരെപ്പോലുള്ള പണ്ഡിതന്മാരെയൊക്കെ കൂട്ടിച്ചേർത്താണ് അക്ഷര മ്യൂസിയം ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ധാരാളം കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഇപ്പോൾ അത് കാണാൻ വരുന്നുണ്ട്. ഒരു സഹകരണ വകുപ്പിൻ്റെ കീഴിൽ ഞാൻ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടാക്കിയത് നമുക്ക് പോയി കാണാം, മനോഹരമായി. അപ്പോൾ അതുകൂടാതെ ഞങ്ങൾ സഹകരണ മേഖലയിൽ ഒരു നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘം കോട്ടയത്ത് തുടങ്ങാൻ പോകുക. എൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റാണ്. ഈ നെൽകൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി 85 കോടി രൂപ നബാർഡിനടുത്ത് ഒരു 105 കോടി രൂപയായിട്ടൊരു പ്രോജക്റ്റാണ്. അത് ഒരു മാർച്ചിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. അങ്ങനെ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന വകുപ്പുകളെ പ്രയോജനപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1 വർഷത്തെ ബിസിനസ്സിൻ്റെ ഒരു റിവ്യൂ ചെയ്യലും അതിൻ്റെ ആഘോഷമാണ്. നമ്മൾ ലക്ഷ്യമിട്ടത് കഴിഞ്ഞ 2024 ഡിസംബർ 3-നാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എഞ്ചിനീയർമാരുടെ തന്നത്. ഞങ്ങൾ അന്ന് പ്രഖ്യാപിച്ചത് 1 വർഷം കൊണ്ട് 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യും. ഈ ഡിസംബർ 3 എത്തിയപ്പോൾ, ഇന്ന് ഡിസംബർ 16 ഈ ഡിസംബർ 3 എത്തിയപ്പോഴേക്ക് ഞങ്ങൾ 1 വർഷം തികഞ്ഞു. പരിശോധിച്ചപ്പോൾ 10 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 13,20,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് 615 ഷിപ്പുകൾ വന്നു. 615 ഷിപ്പുകൾ വന്നു എന്നുള്ളതല്ല അതിൻ്റെ പ്രാധാന്യം. അതിനേക്കാളൊരു പ്രാധാന്യം MSCയുടെ കൂറ്റൻ കപ്പലുകൾ ഇവിടെ വന്നത്. ഇപ്പോൾ ടർക്കി MSCയുടെ കൂറ്റൻ കപ്പലാണ്. 399.9 മീറ്റർ നീളവും 64.9 മീറ്റർ വീതിയുള്ള ഷിപ്പാണ്. അതുപോലെ MSC ഐറീനയും ടർക്കിയും
വിവിധ ഷിപ്പുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപക്ഷെ കൊളംബോയിലോ അല്ലെങ്കിൽ ദുബായിലോ പോലും ഇതുപോലെ വരാത്ത ഈ ഷിപ്പുകൾ വരാൻ ഇവിടെ ഇടയായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ തുറമുഖം. ഒന്ന്, കൊച്ചി പോലും 73 കിലോമീറ്റർ ദൂരെയാണ് വരിക. 2, ഇവിടെ വരുന്ന ഷിപ്പ് ഒന്ന് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രഡ്ജ് ചെയ്യുക മറ്റു തുറമുഖങ്ങളല്ല. ഇവിടെ ഡ്രഡ്ജ് ചെയ്യേണ്ട പ്രകൃതിദത്തമായൊരു സൗന്ദര്യവും സൗകര്യവും ഈ തുറമുഖത്തിനുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഒന്ന് 20 മീറ്റർ ആഴമുണ്ട്, 2 അടി പാറയാണ്. അപ്പോൾ അടി പാറയായതുകൊണ്ട് അവിടെ ഡ്രഡ്ജിങ് വേണ്ട. അപ്പോൾ ഡ്രഡ്ജിങ് കൂടാതെ തന്നെ എപ്പോഴും ഷിപ്പിന് വന്നു പോകാനുള്ള സൗകര്യം. 2 ആഴം 20 മീറ്റർ നിൽക്കുന്നു. ഏറ്റവും കൂടിയത് ഇപ്പോൾ ഇവിടെ വന്ന് 17 മീറ്റർ ആഴത്തിൽ പോകുന്ന ഷിപ്പാണ് ഐറീന ഇവിടെ വന്ന്. അപ്പോൾ 154ഓളം ഷിപ്പുകൾ ഈ 615 എണ്ണത്തിൽ ഇതുവരെ വലിയ തുറമുഖങ്ങളിലൊന്നും വരാത്ത MSCയുടെ ഷിപ്പുകളാണ്. അപ്പോൾ നമുക്കുള്ള അഭിമാനകരമായ സാഹചര്യം അത്തരം ഷിപ്പുകളിലൂടെ വരികയും നമ്മൾ ലക്ഷ്യമിട്ട 10 ലക്ഷത്തിന് 13.5 ലക്ഷത്തിനടുത്ത് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുകയും 615 ഷിപ്പിൽ വരുമ്പോൾ ഈ വമ്പൻ ഷിപ്പുകളിലൂടെ വന്നു എന്നുള്ളതെല്ലാം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. ഇപ്പം നമുക്ക് ICP സ്റ്റാറ്റസും കൈക്കിട്ടി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ തുറമുഖം ഇപ്പോൾ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം, 100 കണക്കിന് തൊഴിലാളികൾ കയറ്റുമതി ഇറക്കുമതി രംഗത്ത് മാനുവലായി ചെയ്തുകൊണ്ടിരുന്ന പണി 9 പെൺകുട്ടികളാണ് നമ്മുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ കമ്പ്യൂട്ടർ, അതാണ് ഓട്ടോമാറ്റിക്. ഇത് ഇന്ത്യയിൽ വേറെ എവിടെയില്ല ആ സൗകര്യം. അപ്പോൾ ഇപ്പോൾ ഈ തുറമുഖത്ത് വന്നിട്ടാണ് പല ചരക്കുകളും കൽക്കട്ടയ്ക്ക്, ബോംബെക്ക്, ഗുജറാത്തിന്, വിശാഖപട്ടണത്തിന് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ലോക പ്രശസ്തി ആർജിക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഇന്ന് കൂടുന്ന കമ്മിറ്റി ജനുവരിയിൽ എൻ്റെ 2, 3, 4 ഘട്ടം നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ പോവുക. അത് പൂർത്തിയാവുന്നതോടുകൂടി ലോകത്തെ നമ്പർ 1 തുറമുഖമായി വിഴിഞ്ഞം മാറിത്തീരും. ഇപ്പോൾ തന്നെ ഏഷ്യയിലെ നമ്പർ 1 ആയി കഴിഞ്ഞു. ലോകം ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖമായി. പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്നപ്പോൾ കേരളം ഇന്ത്യയെ ഏറ്റവും ഉന്നതിയിലേക്ക് നയിച്ച് ലോകത്തിൻ്റെ രംഗത്ത് നെറുകയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അഭിനന്ദിച്ചിട്ടാണ് പോയത്. അത്ര ഗംഭീരമാണ് വിഴിഞ്ഞം തുറമുഖം. എൻ്റെ ഭാവി വരാൻ പോകുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം, സാമ്പത്തിക രംഗത്ത് കേരളത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ, കാർഷിക മേഖലയ്ക്കുണ്ടാകുന്ന പുരോഗതി, വ്യവസായ മേഖലയ്ക്കുണ്ടാകുന്ന പുരോഗതി, ഇതെല്ലാം ചേർക്കുമ്പോൾ ഒരു നാടിൻ്റെ എല്ലാ രംഗത്തെയും വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള പശ്ചാത്തല വികസനമാണ് ഈ തുറമുഖം. ഇപ്പോൾ സിംഗപ്പൂരും മലേഷ്യയൊക്കെ മുന്നോട്ട് വന്നത് അവരുടെ ആ തുറമുഖമാണ്. ആ അത്തരം തുറമുഖത്തിലൂടെ കിട്ടിയ നേട്ടങ്ങളാണ് അവരെല്ലാം രക്ഷപ്പെട്ടത്. ഇതും അത്തരത്തിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, ഈ വികസനങ്ങളൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടെ ഉണ്ടല്ലോ. കാരണം സ്വാഭാവികമായിട്ടും ഏതൊരു വികസനം വരുന്ന സമയത്തും അതിന് ഈ പറയുന്ന പോലെ വിവാദങ്ങളിലൂടെ ആയിരിക്കാം, പല രീതിയിലും ജനങ്ങളത് അറിയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം സോഷ്യൽ മീഡിയ ഉണ്ട്, അല്ലാത്ത മീഡിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ്, കാരണം ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നന്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് മീഡിയയിലൂടെ ആണെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്കിപ്പം പിന്നെ മീഡിയ 3 ഉള്ളത്. 1 പ്രിന്റ് മീഡിയ, 2 വിഷ്വൽ മീഡിയ, 3 സോഷ്യൽ മീഡിയ. ഈ 3 മീഡിയയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് PRD ചെയ്യുന്നൊരു വർക്കുണ്ടാവും. അതുകൊണ്ട് മാത്രം ജനങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളുന്നില്ല. അതുകൂടാതെ നമ്മൾ ഓരോ പാർട്ടിയും അവരുടെ സംഘടനാ ശേഷി പ്രയോജനപ്പെടുത്തി, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനൊരു സംവിധാനം CPIM-നുണ്ട്. ബ്രാഞ്ച് തലം വരെയുള്ള ഇത്തരം വിഷയങ്ങൾ വന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് അതുമായി പോകുന്ന ശൈലി, അതാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം. പ്രത്യേകിച്ച് മാർക്സിയൻ ഫിലോസഫി അതിൻ്റെ സംഘടനാ രൂപത്തിലും പറയുന്നത് ജനങ്ങളിൽ പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. ജനങ്ങളിൽ നിന്ന് വേറിട്ടൊരു മാർക്സിസവും നിലനിൽക്കില്ല. ലെനിൻ പറഞ്ഞിട്ടുള്ളത് ജലത്തിൽ മത്സ്യത്തെ പോലെ ആയിരിക്കണം ജനങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലായ്പ്പോഴും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന രൂപത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഇടപെടലുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമയോചിതമായി പോയത് ബോധ്യപ്പെടുത്തി പോകാൻ കഴിയും. തീർച്ചയായിട്ടും. അല്ല, ഇപ്പം ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ദേവസ്വത്തിനാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അതിനൊക്കെ എങ്ങനെയാണ്, കാരണം ആളുകൾക്ക് അത് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഓരോരുത്തരും അത് ഡിമാൻഡ് ചെയ്യും, എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ആ സമയത്തും എങ്ങനെയാണ് അത് കൃത്യമായി സത്യസന്ധമായും ഈ ദേവസ്വത്തിൻ്റെ പറയുമ്പോൾ ദേവസ്വം ബോർഡുകളെ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ് നേരിട്ട് ഇടപെടാനുള്ള അധികാരമില്ല. ദേവസ്വം ബോർഡുകളെല്ലാം ഇൻഡിപെൻഡൻറ്റ് ബോഡികളാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡുകളാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്താൽ ആദ്യത്തെ അതിൻ്റെ ബോർഡ് മെമ്പർമാരെന്ന് പറയുന്നത് 1 മന്നത്ത് പത്മനാഭൻ ദിവംഗതനായ, 2 ആർശങ്കറായിരുന്നു, 3 അയ്യരായിരുന്നു. ഈ ഇതുപോലെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അത് നയിക്കുമ്പോൾ ആ ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ സർക്കാരിന് ഇടപെടാൻ ഒരു നിയമപരമായ അവകാശമില്ല. മറിച്ച് ബോർഡിന് ആവശ്യമുള്ള സഹായം, ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങൾ വരുന്നിടത്ത് ശബരിമല തീർത്ഥാടനം വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹായം ചെയ്തു കൊടുക്കുകയാണ് ദേവസ്വം വകുപ്പിൻ്റെ ചുമതല.
അപ്പോൾ ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ ബോർഡിനെ സഹായിക്കുക എന്നുള്ളതാണ്. മറിച്ച് ഡേ ടു ഡേ ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം നടത്തേണ്ടത് ദേവസ്വം ബോർഡുകളാണ്. അവർ സ്റ്റാറ്റ്യൂട്ടറി പവറുള്ളവരാണ്. അവരും അവരുടെ ഉദ്യോഗസ്ഥ പ്രമുഖരും കൂടി. അതിൽ ഒരു തരത്തിലും ഇടപെടാൻ ഗവൺമെൻറ്റിന് ഒരു അധികാരവുമില്ല, അവകാശവുമില്ല, ഇടപെടാറുമില്ല. അങ്ങനെയാണ് പോവുക. ഇപ്പോൾ ഒരു ശബരിമല കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പരാതിരഹിത തീർത്ഥാടനമാക്കി മാറ്റി. ഞങ്ങൾ നല്ല രൂപത്തിൽ കഷ്ടപ്പെട്ട് ബോർഡിനോടൊപ്പം ചേർന്ന് ഗവൺമെൻറ് പശ്ചാത്തല സൗകര്യം, നമ്മൾ ഗവൺമെൻറ് 33 ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, വനം വകുപ്പ്, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി, ഹെൽത്ത്, ട്രാൻസ്പോർട്ട്, ഇതിങ്ങനെ തുടങ്ങിയുള്ള വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാം സഹായം ചെയ്തു കൊടുത്ത് തീർത്ഥാടകർക്ക് നമ്മളതിനകത്തുള്ള കാണുന്ന കാര്യം, ഇപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് രാജ്യത്തു നിന്നും വരുന്ന തീർത്ഥാടകർക്ക് സൗകര്യമായി ഈ സൗകര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന നാടിൻ്റെ ഒരു വളർച്ചയുണ്ട്. നാട്ടിൽ വരുന്നൊരു ഒരു സാമ്പത്തിക രംഗത്ത് വരുന്നൊരു നേട്ടങ്ങളുണ്ട്. ഉദാഹരണം, KSRTC തന്നെ ലാഭത്തിലേക്ക് പോകാൻ ഇടവരുന്ന ഒരു സാഹചര്യം. ഈ KSRTC ആണ് ശബരിമല തീർത്ഥാടന കാലത്തിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത്. നാട്ടിലൊരു പുരോഗതിയല്ലേ എന്ന് പറഞ്ഞാൽ മുറുക്കാങ്കടക്കാർ, ഹോട്ടലുകാർ, വെള്ളം വിൽപ്പനക്കാർ, കൊച്ചു കൊച്ചു തൊഴിലേർപ്പെടുന്നവർ, ആയിരക്കണക്കിന് ആളുകൾക്കാണ് അതുകൊണ്ട് തൊഴിലവസരം കിട്ടുകയും വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് സർക്കാർ കാണുന്നത് നേട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ സർക്കാർ മിഷണറികളെല്ലാം ദേവസ്വം ബോർഡിന് സഹായകരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ തൃശ്ശൂർ പൂരമായിരുന്നാലും അവിടെ പോയി നിന്ന് 2-3 ദിവസം മെനക്കെട്ടാണ് ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം നടത്തിയത്. ഒരു പരാതിയില്ലായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയാണെങ്കിലും ഞങ്ങളവിടെ പോയി ഭംഗിയായി നടത്തി കൊടുത്തു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ആ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി ക്ഷേത്രങ്ങളിലെ പൂജാകർമാദികളും ഒപ്പം ഉത്സവങ്ങളും ഭംഗിയായി നടത്തി കൊടുക്കുക എന്നുള്ളതാണ് പുറമേ നിന്ന് നമ്മുടെ ജോലി. മറിച്ച് ദൈനംദിന പ്രവർത്തനങ്ങളും അതിൻ്റെ ഭരണ സംവിധാനവും ദേവസ്വം ബോർഡുകളാണ് ചെയ്യുന്നത്. കേരളത്തിൽ 5 ദേവസ്വം ബോർഡാണുള്ളത്. 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 മലബാർ ദേവസ്വം ബോർഡ്, 3 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 4 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യ ദേവസ്വം ബോർഡ്. ഈ 5 ദേവസ്വം ബോർഡുകളാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ അതിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ, ദൈനംദിന പ്രശ്നങ്ങൾ ഇടപെടാൻ അധികാരാവകാശം ഇടപെടാറുമില്ല. അല്ല, അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ 1 രൂപ പോലും എടുത്ത് ചെലവഴിക്കാൻ ഗവൺമെൻറ്റിന് അധികാരമില്ല. 1 രൂപ പോലും. അതേസമയത്ത് അങ്ങോട്ട് കൊടുക്കാൻ നമ്മൾ എല്ലായ്പ്പോഴും കഴിഞ്ഞ ഈ കോവിഡ് കാലഘട്ടത്തിലും ഇതെല്ലാം ഓടിക്കൊണ്ടിരുന്ന പലർക്കും ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ കൊടുത്ത പൈസയെല്ലാം കഴിഞ്ഞ അസംബ്ലി ഞാൻ അവതരിപ്പിച്ചു. ഏതാണ്ട് 700 കോടിയിൽ പരം രൂപ വിവിധ ക്ഷേത്രങ്ങൾക്കും ബോർഡുകൾക്കുമായി ഗവൺമെൻറ് അങ്ങോട്ട് കൊടുത്തു ശമ്പളത്തിനൊക്കെ കൊടുക്കാനായിട്ട്. മലബാർ ദേവസ്വം ബോർഡിന് ഗ്രാൻഡ് കൊടുത്തുകൊണ്ട് ഇപ്പോഴും അടുത്ത ശമ്പളം നടക്കുന്നു, ഗവൺമെൻറ് കൊടുക്കുന്നത്. പക്ഷേ അവിടുന്ന് 1 രൂപ പോലും നമുക്ക് എടുക്കാൻ അധികാരമില്ല, അവകാശമില്ല. അത് ക്ഷേത്രത്തിൻ്റെ സ്വത്താണ്. അത് ജനങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് അത് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചല്ലോ. 1 രൂപ പോലും ഇവിടുന്ന് എടുക്കാൻ ഗവൺമെൻറ്. ഇപ്പോൾ ഗുരുവായൂരിൽ ആയിരക്കണക്കിന് കോടി രൂപ ഇപ്പോൾ മീതിയുണ്ട്. ബാങ്കുകളിലൂടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു 100 കണക്കിന് കിലോ സ്വർണ്ണമുണ്ട്, അത് ബാങ്കിൽ സൂക്ഷിക്കുകയാണ്. അതുപോലെ 100 കണക്കിന് കിലോ വെള്ളിയുണ്ട്. ആ സ്വത്തുക്കളെല്ലാം അവിടെ സൂക്ഷിക്കുക, അല്ലാതെ വേറെ അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ ആർക്കും അധികാരമില്ല. അവരെ സഹായിക്കാൻ ചില പദ്ധതികൾ ആവിഷ്കരിക്കും. തീർച്ചയായിട്ടും. ഇനി അതുപോലെ തന്നെ CM with me എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും അത്തരത്തിലൊരു പദ്ധതിയുമായിട്ട് ആരും വന്നിട്ടില്ല. നേരിട്ട് തന്നെ CM-നോട് സംസാരിക്കാം, അങ്ങനെയുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത്. നിശ്ചയമായും ഭരണപരിഷ്കാര രംഗത്ത് നിരവധി നൂതനമായ ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് CM മുന്നോട്ട് പോവുക. അതിലൊരു ഭാഗമാണ് CM with me. ഏതൊരു പൗരനും അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാം, പറയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നോട്ട് ചെയ്യും. അത് മണിക്കൂറുകൾക്കുള്ളിൽ അതിന് മറുപടി ലഭിക്കും. നടക്കില്ലാത്തതാണെങ്കിൽ എന്തുകൊണ്ട് നടക്കില്ല എന്ന് പറയും, നടക്കുന്നതാണ് അപ്പം തന്നെ നടത്തി കൊടുക്കും. ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ലേ അത്തരം കാര്യങ്ങൾ നടക്കും. പല കാര്യങ്ങളിൽ ഇടപെട്ട് നടക്കാതിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരും. അത് നല്ല രൂപത്തിൽ വിജയകരമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ എല്ലാ ജില്ലകളിലും പോയി മന്ത്രിമാർ അദാലത്ത് സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചു. CM-ൻ്റെ നിർദ്ദേശമായിരുന്നു, നല്ല വിജയകരമായിരുന്നു. അതിനുശേഷം CM പങ്കെടുത്ത് മേഖലാവലോകന യോഗങ്ങൾ വിളിച്ച് ഉദ്യോഗസ്ഥ പ്രമുഖരും മന്ത്രിമാരും ചേർന്നുള്ള മീറ്റിംഗ് നടത്തി. ഒരുപാട് കാര്യങ്ങൾ റിവ്യൂ ചെയ്തു പോകും. ഒന്ന്, ഈ ഭരണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ റിവ്യൂ ചെയ്യുന്നതിലാണ് അതിൻ്റെ വിജയത്തിൽ. മറിച്ചൊരു തീരുമാനം എടുത്തങ്ങ് പോയാൽ എന്ത് നടന്നെന്ന് ആരും അന്വേഷിക്കുന്നില്ല, അത് അവിടെ കിടക്കും. കുറേ കഴിയുമ്പോൾ ഇട്ട് തല്ലും. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ എന്തായാലും ചോദിച്ചു വരുമ്പോഴൊക്കെ പിന്നെ അതിലേക്ക് പലരും വരിക. ഇതങ്ങനെയല്ല. CM ഏതെങ്കിലും തീരുമാനം എടുത്താൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ റിവ്യൂ കൃത്യമായി അദ്ദേഹത്തിന് മുമ്പിൽ ഡാഷ് ഉണ്ട്, റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓരോ വകുപ്പിൽ നിന്ന് എത്ര പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്, എത്ര എണ്ണം അച്ചീവ് ചെയ്തിട്ടുണ്ട്, പോരായ്മ എന്തുണ്ട്, പെർസെൻറ്റേജ് എത്രയാണ്, എപ്പോഴും ആ ഡാഷ് ബോർഡിൽ വന്നുകൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. അത്രയും കൃത്യമായി ശ്രദ്ധിച്ചാണ് CM പോകുന്നത്.
അതാണ് അഡ്മിനിസ്ട്രേഷൻ. അതാണ് നമ്മൾ കാണുന്നത്. സാർ ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പം ഈ പറയുന്ന പോലെ CM-നെ നമ്മൾ മാറ്റി നിർത്താം. CM എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണം തന്നെയാണ്. അതല്ലാതെ ഒരുപാട് CM-കൾ ഈ പറയുന്ന പോലെ CM-മാരുടെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആരാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കരമായിട്ട് നമ്മൾ അഡ്മയർ ചെയ്തിട്ടുള്ള ഒരാൾ? തീർച്ചയായും ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ CM തന്നെയാണ് റോൾ മോഡൽ. അതുകൊണ്ടാണ് ഞാൻ CM എന്ന് മാറ്റി നിർത്താൻ പറഞ്ഞത്. കാരണം CM ഡെഫിനറ്റ്ലി CM-നെ പറയുള്ളൂ. അല്ല, റോൾ മോഡലാണ്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ എല്ലാ കാര്യത്തിലും ഒരു മാതൃകാപരമായ പ്രവർത്തനം അദ്ദേഹം സംഘടിപ്പിക്കുന്നത്. അദ്ദേഹത്തെ ഒരു മോഡലാക്കി നമ്മൾ ഭരണരംഗത്ത് നിന്ന് നമുക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് ഒരു അണുവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയും. അതാണ് അഡ്മിനിസ്ട്രേഷൻ. അത് ഒരു കലയാണ്. അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ആർട്ട്. അങ്ങനെ തന്നെ നമുക്ക് പറയാം. അത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സംശയമുള്ള അദ്ദേഹത്തിനകത്തേക്ക് പോയി ചോദിക്കുകയും ചെയ്യാം, പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിശവ് പറ്റാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും. എക്സാക്ട് ആൻസർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും ഒരു പ്രായോഗിക ബുദ്ധിയും ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും. അത് ഇന്ന ആളോടുകൂടെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ നീങ്ങിയാൽ മതി. അപ്പോൾ അതിലെ പാണ്ഡിത്യമുള്ളവരായിരിക്കും. നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ സംശയം തീർക്കാൻ പോകുന്നതും ഇടപെടുന്നതും നമ്മളെക്കാൾ ധാരണയുള്ളവരോടായിരിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിലേക്കാൾ താഴെയുള്ളവരും നമ്മളെക്കാൾ വിവരം കുറഞ്ഞവരും ഇതിനെക്കുറിച്ച് മറുപടി തരാൻ കഴിഞ്ഞവരുടെ ആശയം നിർത്തിയിട്ട് കാര്യമില്ല. എല്ലായ്പ്പോഴും നമ്മളെക്കാൾ ഈ കാര്യത്തിൽ ധാരണയും ഭാവനയും ഉള്ളവരുടെ മുമ്പിലായിരിക്കണം സംശയം തീർക്കാൻ പോകുന്നത്. അത് ഓരോ രംഗത്തിനും ഓരോരുത്തർക്ക് പാണ്ഡിത്യം ഉണ്ടാവുള്ളൂ. ആ വ്യത്യസ്ത തലങ്ങളിൽ വരുന്നവരെ നമ്മൾ കണ്ടുവച്ചിട്ട് ആ കാര്യങ്ങളോട് ആശയവിനിമയം നടത്തി. ഇപ്പം നല്ല നിയമപരമായ പ്രശ്നങ്ങളാണ് ഏറ്റവും നിയമവ്യവസ്ഥയിൽ പാണ്ഡിത്യമുള്ളവരുമായിട്ടാണ് ആശയവിനിമയം നടത്തുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തെറ്റുപറ്റാതെ പോകാൻ പറ്റുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും. ഇനി പൊളിറ്റീഷ്യൻ എന്നുള്ളത് നമ്മളങ്ങ് മാറ്റി നിർത്തി പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിലോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? ചെറുപ്പകാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെറുപ്പകാലം തൊട്ട് പൊളിറ്റിക്സിൽ തന്നെയായിരുന്നു. പൊളിറ്റിക്സ് ഞാൻ വന്നതിന് ശേഷം ഒരിക്കലും അതിന് മാറി നിന്നിട്ടില്ല. ഒരു ജീവിതത്തിൽ പിന്നെ മറ്റ് കുടുംബത്തിലെ ഏതെങ്കിലും സുഖസൗകര്യങ്ങൾ അന്വേഷിച്ചോ കുടുംബത്തിനോട് ചേർന്ന് നിന്നിട്ട് അധികം സമയം ചിലവഴിക്കാനോ സമയം കിട്ടിയിട്ടില്ല പൊളിറ്റിക്സിന്. ദിദീപ് ഇതുപോലെ പാർട്ടിയിൽ വന്നാൽ മുഴുവൻ സമയ പ്രവർത്തകനാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്ത് ഏതെങ്കിലും ഒരു സമയത്ത് വീട്ടിൽ ചെല്ലുക. അപ്പോൾ ഓണത്തിന് പോലും ചില ഘട്ടങ്ങളിൽ വീട്ടിൽ ചെല്ലാൻ കഴിയാത്ത കാലഘട്ടങ്ങളുണ്ട്. എല്ലാവരും ഓണത്തിന് വീട്ടിലെത്തുള്ളൂ. അന്ന് ഇതിലും ഞാൻ നിരവധി ഓണഘട്ടങ്ങളിൽ ഈ ആശുപത്രികളിൽ അപകടപ്പെട്ടവരും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അത് പിന്നൊരു നമുക്ക് ആഘോഷ ദിവസങ്ങളിൽ അങ്ങനെയുള്ളവരെ പോയി ഒന്ന് ആശ്വസിപ്പിക്കുന്നതും ഒരു ഗുണകരമാണ്. തീർച്ചയായിട്ടും. അത് വീട്ടുകാരെ എത്രത്തോളം മനസ്സിലാക്കി കൊടുക്കും. അവരും അതിനോട് സഹകരിച്ചു പോകും. ആദ്യഘട്ടങ്ങളിലൊക്കെ എതിർപ്പ് വന്നെങ്കിലും ഇപ്പോൾ ഭാര്യയായിരുന്നാലും മക്കളായിരുന്നാലും എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവർക്ക് അതിനകത്ത് വേറെ പരാതിയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് വരും എന്നവർക്കറിയാം. നല്ല കാര്യത്തിനാണ് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വിശേഷ ദിവസങ്ങളിൽ ചെയ്യാറുള്ളത് മിക്കവാറും കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്ന രൂപത്തിൽ പോകും. എല്ലാം നിങ്ങൾ ഈ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടായിരുന്നുണ്ട്. 6000-ഓളം രോഗികൾക്ക് ഞങ്ങൾക്ക് കിടപ്പ് രോഗികളുണ്ടായിരുന്നു. അവരെ നോക്കാൻ പോകും. കൂട്ടത്തിൽ ഞാനും ചില വീടുകളിൽ പോകുമായിരുന്നു ഒരു ഘട്ടത്തിൽ. പോകുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തനമായി പോകുമ്പോൾ ബെഡ് പേഷ്യൻ്റായ ഒരു രോഗിയുടെ മുമ്പിൽ നമ്മൾ പോയി അവരുടെ ഒരു കരസ്പർശത്തിൽ ഏർപ്പെടുമ്പോൾ ആ കരസ്പർശത്തിൽ നിന്ന് അവരുടെ മുഖത്തുണ്ടാകുന്നൊരു എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ മാനസികമായ ഭയങ്കരമായ ഒരു ഉത്തേജനവും ഒരു പ്രസന്നാവസ്ഥയും അവരുടെ സന്തോഷവും തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്പർശനത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ആർദ്രത ആ രോഗിക്ക് മരുന്നിനേക്കാളും ഭക്ഷണത്തിനേക്കാളും വലിയ ഉത്തേജനം നൽകുന്നതാണ് അനുഭവത്തിൽ. അതാണ് നമുക്ക് പ്രധാനം. അവരത് മറക്കില്ല. ചിലർക്ക് അവസാന ഘട്ടം ഞാൻ ഇനി എഴുന്നേറ്റ് നടക്കില്ല എന്നൊക്കെ തോന്നുന്നു ധാരാളം രോഗികളുണ്ടല്ലോ. ഇപ്പോൾ മരുന്ന് എടുത്ത് കഴിക്കാൻ പറ്റാത്തവർ, ഭക്ഷണം കൊടുത്താൽ തന്നെ കഴിക്കാൻ പറ്റാത്തവർ, അവരെയൊക്കെ കോരി കൊടുക്കുകയും മരുന്ന് എടുത്തു കൊടുക്കുകയും ചിലപ്പോൾ കുളിപ്പിക്കുകയും വുണ്ടൊക്കെ കഴുകിക്കിട്ടും ഇങ്ങനെ ചെയ്തായിരിക്കും ഈ പാലിയേറ്റീവ് രംഗത്ത് സാന്ത്വന പരിചരണം. അതാണ് അത്തരം ഒരു ഘട്ടത്തിൽ ആ രോഗിയെ ഒന്ന് സന്ദർശിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതാണ് ആ രോഗിക്കുണ്ടാകുന്ന ഏറ്റവും നല്ല മാനസികമായ ഉത്തേജനം. അവരുടെ കയ്യിലൊന്ന് വിളിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചൊരു സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ സ്പർശനത്തിലെ ആർദ്രതയാണ് ഞാൻ സൂചിപ്പിച്ചത്. അവരുടെ ആ മുഖത്തെ എക്സ്പ്രഷൻ അപ്പോൾ കാണും. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമ. അതായിരിക്കും ഒരു പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച നമ്മുടെ ഏറ്റവും നല്ല ബാങ്ക് ബാലൻസുകളിലൊക്കെ ഉണ്ടാകുന്നതാണ്. അതെ. അല്ല, കുട്ടി സ്കൂൾ കാലഘട്ടത്തിൽ നമുക്കതൊന്നും അറിയില്ലല്ലോ. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂളിലെ കുട്ടികളോടൊപ്പം സാധാരണഗതിയിൽ നടക്കുന്ന പന്ത് കളിക്കാൻ പോവുക, വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ പഠനത്തിൽ ഏർപ്പെടുക, ഇത്തരം കാര്യങ്ങളായിരുന്നു. പഠിക്കാൻ എങ്ങനെയായിരുന്നു? പഠിക്കാൻ പൊതുവിൽ ഒരു സാമാന്യ ഒരു ആവറേജേ ഉള്ളൂ, അല്ലാതെ വലിയ സമർത്ഥനായിരുന്നില്ല, തീരെ പിന്നോക്കമായിരുന്നില്ല. അങ്ങനെ പോയിട്ടുള്ള കാലഘട്ടമാണ്. അതിനുശേഷം പൊതുപ്രവർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ
അതിൽ നിന്ന് വിടാൻ പറ്റാത്ത രൂപത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലഘട്ടമായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമായി വന്നത്. അന്ന് സംഘടിക്കാനോ സമരം ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലാതെ പൗരാവകാശ ദംശനങ്ങളും ഒക്കെ നിലനിന്നിരുന്നൊരു ഘട്ടമാണ്. അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ കൂടിയാണ് ആദ്യം വളർന്നു വന്നത്. അതുകൊണ്ടാണ് ഈ എതിർപ്പുകളെ അതിജീവിക്കാൻ കിട്ടുന്ന കരുത്തവിടെയാണ്. സംഘടന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്കും വിലങ്ങും കൽപ്പിച്ചിരുന്നൊരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ. പൊതു മീറ്റിംഗ് നടത്താൻ പാടില്ലായിരുന്നു. ഒളിവിൽ താമസം ഒരു മാസക്കാലത്തോളം ആ കാലഘട്ടം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കർഷക തൊഴിലാളി സമരം നടന്ന ആ സമരത്തിൽ ഞങ്ങളെല്ലാം പ്രമാണി കൊണ്ടുപോയി കേസ് കൊടുത്ത്. ഇപ്പോൾ പോലീസ് അടിയന്തരാവസ്ഥ കാലത്ത് പിടിച്ച ഭീകരമായ മർദ്ദനം, കോടതി അവധിയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെ പിടിച്ച കോടതിയിൽ കൊണ്ടുവരില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഒളിവിൽ പോകാൻ പാർട്ടി പറഞ്ഞു. അങ്ങനെ ഒളിവിൽ നടന്നു. അപ്പോൾ ആ ഒളിവ് ജീവിതമൊക്കെ ഒരു കാലഘട്ടത്തിലെ അനുഭവം നമ്മുടെ വലിയ രൂപത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അങ്ങനെ ആ അനുഭവ സമ്പത്തെല്ലാം നമ്മുടെ മൂലമുണ്ട്. അതുപോലെ തന്നെ പോലീസ് മർദ്ദനം ഏറ്റവും ഭീകരമായിട്ടുണ്ട്. പോലീസ് മർദ്ദനം ഏറ്റത് പറഞ്ഞാൽ 1982, 81 നയനാർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മാറി കാസ്റ്റിംഗ് ഗവൺമെൻറ് വരുന്നുണ്ട്. ആ കാസ്റ്റിംഗ് ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രി കരുണാകരൻ, ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടി 1980 തെരഞ്ഞെടുപ്പിൽ പുള്ളി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി ഞാനായിരുന്നു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യമില്ലായിരുന്നു. കോൺഗ്രസിൻ്റെ പിളർപ്പുണ്ടായപ്പോൾ ആ മാറിയിട്ട് തിരിച്ച് വീണ്ടും അവർ കോൺഗ്രസ്സിലേക്ക് പോയി. നമ്മൾ കാലുവാരിപ്പോയി. അപ്പുറത്ത് ആഭ്യന്തരമന്ത്രിയായി വന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കരിങ്കൊടി കാണിക്കണം എന്ന് തീരുമാനിച്ചു. ഞാൻ DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി വന്നത്. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ 100-150 പേര് കൂടി കരിങ്കൊടി കാണിക്കാൻ ചെന്നു. അപ്പോൾ പോലീസ് ഞങ്ങളെ വലയം ചെയ്തു. പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. പിരിഞ്ഞു പോവുകയില്ല. അങ്ങനെയാണ് മന്ത്രി വന്നിറങ്ങിയതിന് ശേഷം കരിങ്കൊടി കാണിച്ച് അപ്പം പിരിയണമെന്ന് ഒരു ASPയാണ്. ഒരു 7-8 വണ്ടി ആംഡ് ഫോഴ്സ് ഉണ്ട്. ആഭ്യന്തരമന്ത്രിയല്ലേ. 10-15 സർക്കിൾ ഇൻസ്പെക്ടർമാർ, 2 ഡസൻ സബ് ഇൻസ്പെക്ടർമാർ എല്ലാം ഉണ്ട്. ആ സമയത്ത് ഇതുപോലെ ഇവിടെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് ഇത് നടുവഴി, അപ്പുറത്ത് മന്ത്രി വന്നിറങ്ങുക. മന്ത്രി വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോ ഒരു കൈ മണൽ വാരി എറിഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് നിന്നിരുന്നത് ഞാനും ഈ പഴയ EM ജോർജ് XMLA. പുള്ളി രോഗിയായി ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കുക. അപ്പോൾ ഈ മണലങ്ങ് ആരോ എറിയുക. അതോടുകൂടി പോലീസ് അങ്ങ് ലാത്തിച്ചാർജ് തുടങ്ങി. അടിച്ചു അതിഭീകരമായി. ഈ അന്ന് 150 പേരുണ്ടായിരുന്നൊരു വലിയ മുളങ്കമ്പ, അലാത്തിയല്ല, അത് 2 കൈയും കൂട്ടി ആംഡ് ഫോഴ്സ് അടിക്കാൻ തുടങ്ങി. ആ അടി തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഈ EM ജോർജിൻ്റെ നേർക്ക് ഒരാൾ വടിയായിട്ട് വന്നപ്പോഴേക്കും ഞാൻ കയറി തട്ടിയപ്പോൾ എന്നെ തട്ടി വീഴിച്ചു. പിന്നെ എൻ്റെ പുറത്തായി അവരുടെ ചവിട്ട് മുഴുവൻ. ചവിട്ടെന്ന് പറഞ്ഞാൽ ബൂട്ട്സ് ഇട്ടവർ ചവിട്ടുക. പിന്നെ എൻ്റെ പുറത്തൊരു 33 അടി വാറ് വെച്ചതുപോലെ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു. ബൂട്ടിട്ട് ചവിട്ടി എഴുന്നേക്കാൻ വരാത്തൊരു ഗതി വന്നു. അത് കഴിഞ്ഞ് അവർ പിന്നെ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഞങ്ങൾ 2 പേരെ, ബാക്കിയുള്ളവർ മുഴുവൻ ഓടി. ബാക്കി ആകെ നിന്ന് ഞങ്ങൾ 2 പേരെ ഉള്ളൂ. EM ജോർജ് ഇപ്പോൾ മാറിയിരുന്നു. പുള്ളി തല്ലുകൊള്ളിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ മുഴുവൻ അടി എനിക്കുണ്ടായി. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിലുള്ള മർദ്ദനമായതുകൊണ്ട് തിരുമുമ്പി വില കാണിക്കാൻ പോലീസ് നന്നായി. അത് കഴിഞ്ഞ് പിന്നീട് ഈ റിപ്സ് 2-3 സ്ഥലത്ത് ഡിസ്ലൊക്കേഷനായി, നെർവസ് ഡിസ്ലൊക്കേഷനായി. അന്ന് ആശുപത്രി പോയി കിടന്നവരെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയാലും ഇനി പിന്നീട് പിണറായി പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഡിസ്ലൊക്കേഷനൊക്കെ മാറ്റി കിട്ടി ശരിയായി നടക്കാനൊക്കെ കഴിയുന്ന രൂപത്തിലേക്കാണ്. അങ്ങനെ അതിഭീകരമായ ലാത്തിച്ചാർജ്. അത് നേരിക്കണ്ടവരൊക്കെ അത്ഭുതം പറഞ്ഞു. പിന്നെ ജീവിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കിട്ടുമല്ലോ. നമ്മളൊന്നും ചെയ്യില്ല. അത് ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് അത് കൺമുമ്പിൽ ആക്രമിക്കും എന്നുള്ള കേസിൽ വരുന്നത്. പിന്നീട് കേസ് വന്നപ്പോൾ ഞങ്ങളുടെ ഏതാണ്ട് 94 പേരുടെ പേരിൽ കേസ്. അതിൽ കേസ് ഇങ്ങനെയാണ്: EM ജോർജ് ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തി ഞാൻ അപ്പത്തിൽ അങ്ങനെ അടിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വാരി ആരും എറിഞ്ഞതേ ഉള്ളൂ. പോലീസ് കേസ് ഉണ്ടാക്കുമ്പോൾ തിരുവമ്പി വിലയല്ലേ. അതിഭീകരമായ സംഭവം. അത്തരം ഒരു അതിചെറിയൊരു പക്ഷേ ആർക്കും അതുപോലെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതിഭീകരമാണ് അത്. അതിൻ്റെ ക്ഷീണങ്ങൾ ഇപ്പോഴും ഉണ്ട്. കഥപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഈ റിപ്സിനുണ്ടായതൊക്കെ പിന്നീട്. അത് ഞാൻ DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് 1980 കാലഘട്ടം. നല്ല ഊർജ്ജസ്വലനായി നിൽക്കുന്ന നല്ല യൗവന തുടിപ്പുള്ള കാലഘട്ടം തന്നെ. അതുകൊണ്ടാണ് അന്നേരം വേറൊന്നും വിചാരിക്കാതെ. പിന്നീട് പ്രായം കഴിച്ചിലും തോറുമാണ് അതിൻ്റെ ആഘാതങ്ങളൊക്കെ നമുക്ക് വരിക. തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്കാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന്. അതെ. അന്ന് ഈ മറ്റേ ചാനലൊന്നും ഉള്ള സമയമല്ല.
മീഡിയ മീൻസ് പ്രസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പ്രസ് മാത്രമേ ഉണ്ടായി. അതെ, അതുപോലെ വേറെ രസകരമായിട്ടുള്ള, രസകരമല്ല വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ പറയാനുണ്ട്. ഇത് പറയാനുള്ള പോലുള്ള ഒരുപാട് സംഭവങ്ങൾ ആളുകൾക്ക് കേട്ടാൽ. ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ പൊട്ടിത്തെറിച്ച ഒരു സംഭവമുണ്ട്. ഒരു ആക്രി കച്ചവടക്കാരൻ ആക്രി കൊണ്ട് എല്ലാവരും കൊടുത്തു കൂട്ടത് കിട്ടിയ സാധനങ്ങളെല്ലാം സോർട്ട് ചെയ്ത് അവസാനം ഒരു 3 പേര് അടുത്തെടുത്തിരുന്ന് ഒരു കിട്ടിയ ഈ ബാലിസ്റ്റിക് മിസൈൽ എന്താണെന്നറിയാൻ മേലെ അത് പൊട്ടി കൂടത്തിനടിച്ചു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് പൊട്ടിത്തെറിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 പേര് ചിന്നിച്ചെതറിപ്പോയി. 3ാമത്തെ ഒരാൾ പൊങ്ങി ഒരു ലൈൻ കമ്പിയുടെ മുകളിൽ കൂടെ വന്ന് താഴെ വീണു. അയാളുടെ കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, കണ്ണുപോയി. അപ്പോൾ എന്നെ പെട്ടെന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു, ഇവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, ആളുകളെ കൊണ്ടുവരിക മെഡിക്കൽ കോളേജിൽ. ഞാൻ ഓടി, ഇവരെ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും ഞാൻ ഓടിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 2 പേരെ ചാക്കിൻ്റെ അകത്ത് വാരിക്കെട്ടി തുണ്ടമായിട്ടാണ് കൊണ്ടത്. ഈ 3ാമത്തെ ആളിന് കൈ പോയി, കാല് പോയി, കണ്ണുകൾക്കകത്ത് വെച്ച് ശരീരത്തിൽ രക്തം ചീറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ വന്നിങ്ങനെ പൾസ് പിടിച്ച് നോക്കിയിട്ട് നൗ ഹീസ് തിങ്കിങ് ഇറ്റ് ഈസ് ഹോസ്പിറ്റൽസ് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിടിച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, അന്നത്തെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ അങ്ങേർക്ക് ജീവനുള്ളൂ, നമുക്ക് രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൂടെ. അങ്ങനെ തിരിഞ്ഞ ഒറ്റ ഡയലോഗ് എന്നോട്, അയാളുടെ കൈ പോയി, അയാളുടെ കാല് പോയി, കണ്ണ് പോയി, പിന്നെ അയാൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം. ഞാൻ പറഞ്ഞു, അതൊരു മെഡിക്കൽ എത്തിക്സിന് യോജിച്ചല്ലോ ഡയലോഗ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കൈ കൂപ്പി യാതനാ സ്വരത്തിൽ പറഞ്ഞു, നമുക്കൊന്ന് രക്ഷിച്ച് നോക്കാം, ഒരു പ്ലീസ് ഇടപെടും. ആ ഉള്ളവർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനോട് ഉൾപ്പെടെ തള്ളി അയാളെ തിയേറ്ററിൽ കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടർ എന്നെ കൊണ്ട് എഴുതി വെപ്പിച്ചു, ഈ രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നതായിട്ട് എഴുതി വാങ്ങിച്ചു. എന്നിട്ട് ആ രാത്രിയിൽ 10-16 പേരുടെ ബ്ലഡ് മുഴുവൻ ഉണ്ടാക്കി കൊടുത്തു. അവസാനം വെളുപ്പിന് 1 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, ഫ്രഷായിട്ടൊരു ബോട്ടിൽ ബ്ലഡ് അതും ഉണ്ടാക്കി കൊടുത്തു. പുലർച്ചെ ഒരു 5:30 ആയപ്പോൾ ഓപ്പറേഷൻ തീർന്നപ്പോൾ ഒരു കാല് കട്ട് ചെയ്തു, അയാളുടെ ഒരു കൈക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, കെട്ടാക്കി, കണ്ണിലുള്ള സർജറി നടന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളെ ഇറക്കിക്കൊണ്ടുവരുന്ന സമയത്ത് അയാൾ പറഞ്ഞു, നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു, ഇത്രയും ബ്ലഡൊക്കെ ഉണ്ടാക്കി തന്ന്, അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചു നോക്കാമെന്ന്. 3.5 മാസം അയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന് അയാൾക്ക് പിന്നീട് ഒരു കണ്ണിന് കാഴ്ച കിട്ടി. പിന്നീട് അയാളുടെ ഒരു കാല് വെച്ചു, കൃത്രിമക്കാല് വെച്ച് കൈക്ക് ചലനശക്തി ഉണ്ടാക്കി. ഇപ്പോൾ ലോട്ടറി വിറ്റും വെള്ളക്കച്ചവടം നടത്തി ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരനുഭവമാണ് തീർച്ചയായിട്ടും. അത് ആ മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് ഞാൻ ആ സമയത്ത് ഈ ഡോക്ടറെ തടഞ്ഞു നടത്തിയൊരു തൊഴിലാണ്. അന്നേരം ഈ ഡോക്ടറോട് ഞാൻ പറയുമ്പോൾ ഞാനും കരഞ്ഞു പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യജീവനല്ലേ, നമുക്ക് എങ്ങനെയും രക്ഷിക്കാം. അപ്പോഴാണ് ഇയാൾ ആദ്യം പറഞ്ഞ ഡയലോഗ് മറ്റേതാ, ഇറ്റ് ഈസ് ഹോപ്പ്ലെസ് കേസ് നൗ ഹി ഈസ് സിങ്കിങ്. ഇത് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഡയലോഗ്, ഇതെല്ലാം പോയതിനു ശേഷം അയാൾ എങ്ങനെ ജീവിച്ചിരിക്കും. അപ്പോൾ അത് പിന്നീട് നമ്മൾ ഇത്രയും പുറകെ നിന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ രാത്രി 100 കണക്കിന് ആളുകൾ തേടി വന്ന് എൻ്റെ ഈ ബ്ലഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു, എന്തിനും നമ്മൾ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംരക്ഷകം, അതാണ് ഇപ്പോൾ ഒരു സംഘത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇടപെടുമെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ആളുകളെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ചില രംഗങ്ങളാണ്. അതുപോലുള്ള നിരവധി സംഭവങ്ങൾ പറയാനുണ്ട്. അല്ല, ഒരു വിശ്വാസമാണല്ലോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലേ? കാരണം ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, പ്രതീക്ഷ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ലൈഫിൽ ഇപ്പം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂജൻ പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് കുറേ കാണുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ റിസൾട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാമുകി നോ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആത്മഹത്യ, അല്ലെങ്കിൽ അതുപോലത്തെ പ്രവണതകളൊക്കെ ജീവൻ അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ പരിശ്രമം ചെയ്യില്ല എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദുഃഖങ്ങളാൻ കൈകളെ നൽകിയെത്തി അത്രേ എന്ന് പറഞ്ഞൊരു കവിതയുണ്ടല്ലോ. അപ്പോൾ പരിശ്രമിച്ചാൽ നമുക്ക് എന്തിനേയും വശത്താക്കാൻ കഴിയും, ഇതും നമുക്ക് നേടുന്നത്. അതിന് ആദ്യം നത്തിങ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ നിശ്ചയം. ഒന്ന് എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ പൊതുപ്രവർത്തകർ, ഒന്ന് നിശ്ചയദാർഢ്യം, 2 ലക്ഷ്യബോധം ലക്ഷ്യം ആദ്യം, 2 നിശ്ചയദാർഢ്യം, 3 അതിനകത്ത് അർപ്പണ മനോഭാവം, സേവന സന്നദ്ധത, പിന്നെ സിൻസിയോറിറ്റി. ഇതെല്ലാം ചേർത്ത് നമ്മളങ്ങ് മുന്നോട്ട് പോയാൽ. പിന്നെ CM പറഞ്ഞ ഒരു കാര്യം കൂടെ, റിവ്യൂ കൂടെ ചെയ്യണം. യെസ്, എപ്പോഴും റിവ്യൂ വേണം. റിവ്യൂ ഉണ്ടാവണം, റിവ്യൂ കൂടെ ചെയ്യണമല്ലോ. റിവ്യൂ വേണം, കറക്റ്റ്. അത് സംശയം. ഏത് കാര്യം ഉപയോഗിക്കുകയാണെങ്കിൽ ആ റിവ്യൂ ഉണ്ടെങ്കിലാണ്.
കൃത്യമായി നമ്മൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഇടപെട്ടുകൊണ്ടിരിക്കണം. ആ, അതെ, തോൽക്കാൻ തയ്യാറല്ല തന്നെ പറയണം. അതന്നെ അതന്നെ. അല്ല, എന്നാലും ജീവിക്കാനായിട്ടേ നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണല്ലോ. എങ്ങനെയാണ് ഇപ്പൊ അത് ഇപ്പൊ ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ ഒരു ആസ്പെക്റ്റിൽ ചോദിക്കാൻ കാരണം, ലൈഫിനെ വളരെ ലക്ഷ്യബോധത്തോടു കൂടെ, വളരെ അർപ്പണബോധത്തോടു കൂടെ, വളരെ പോസിറ്റീവായിട്ട് കണ്ടൊരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല. ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികളുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിനെ എങ്ങനെ അവർ മുന്നോട്ട് കൊണ്ടുപോകണം, അവർക്ക് എന്താണ് അവരുടെ ഒരു ജീവിക്കാൻ എപ്പോഴും നമുക്കൊരു ഒരു ഒരു എലമെന്റ് ഉണ്ടാവണമല്ലോ. അത് സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? അപ്പം ഇന്നത്തെ തലമുറ യഥാർത്ഥത്തിൽ പഴയ കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ വിവേകശാലികളായ നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകിയ മഹത്തായ സംഭാവനകളെയും ഒക്കെ പലതും വിസ്മരിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൻ്റെ സവിശേഷങ്ങളായ സാഹചര്യങ്ങളെ സ്വായത്തമാക്കി അതിൽ ആനന്ദം കണ്ടെത്തുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു പബ്ലിക് മീറ്റിംഗ് വെച്ച് ഒരു നല്ല കാര്യത്തെ സംബന്ധിച്ച് മീറ്റിംഗ് നടന്നു പറഞ്ഞാൽ അവർ വരികയില്ല. അതേസമയത്ത് അവിടെ അപ്പുറത്തൊരു DJ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ വരും. ചാടണം, തുള്ളണം, വളം വയ്ക്കണം. ഇന്നത്തെ തലമുറ, പുതിയ തലമുറ ആനന്ദം കാണുന്ന അതാണ്. നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും എടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മൾ പണ്ട് കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന സമകാലീന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഹൃദയസ്പർശിയായി ജനഹൃദയങ്ങളിൽ എത്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് പ്രധാനമായി കലയും സാഹിത്യവുമാണ്. ആ കലയിൽ സാംബശിവനെ പോലുള്ള ആളുടെ കഥാപ്രസംഗം, കഥാനന്ദ സാന്ദ്രമുള്ള കലാപ്രസംഗം, അങ്ങനെ കഥാപ്രസംഗങ്ങൾ, നാടകങ്ങൾ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, പാട്ടവാക്കി, നമ്മളൊന്ന്, പുതിയ ആകാശം പുതിയ ഭൂമി, ഇങ്ങനെയുള്ള KPSCയുടെ, അതുപോലെ ചെറുകാടിൻ്റെ, K. ദാമോദരൻ്റെ പാട്ടവാക്കി തുടങ്ങി ഈ കൊല്ലം കാളിദാസ കലാകേന്ദ്ര നാട്, ഇതൊക്കെ വരുന്നിടത്ത് ഭയങ്കരമായ ആൾക്കൂട്ടം ഉണ്ടാകുമായിരുന്നു കാണാൻ, അതെന്ത് ആസ്വദിക്കുക എന്ന് വെച്ചാൽ സമകാലീന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു പോകുന്നതായിരുന്ന ആ കലാരൂപങ്ങളെല്ലാം. ഇപ്പോൾ ആംഗലേയ സാഹിത്യകാരന്മാരായിട്ടുള്ള ഷേക്സ്പിയറുടെ ഒക്കെ നിരവധി കഥകൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ ഈ സാധാരണക്കാരൻ വെളിപ്പെടുത്തി തീക്ക് പോലും പോയിട്ടില്ലാത്തവൻ്റെ മനസ്സിൽ അത്തരം കഥാപാത്രങ്ങൾ തത്തിക്കളിച്ചത് ഇവരുടെ കലാരൂപത്തിലൂടെയാണ്. ഒതല്ലോ, റോമിയോയും ജൂലിയറ്റും, ഇങ്ങനെയുള്ള കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം വിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാം, സാംബശിവൻ്റെ കഥയിലൂടെയാണ് വെളി വന്നത്, എന്ത് മനോഹരമായിട്ടാണ് കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും ആസ്വദിക്കാൻ ഇന്ന് അവർ സമയം കണ്ടെത്തുന്നില്ല. ഇന്ന് കഥാപ്രസംഗം വെച്ചാൽ ആളില്ല, നാടകം വെച്ചാൽ ആളില്ല. അവർക്ക് പുതിയതായിട്ട് സിനിമാറ്റിക് ഡാൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന DJ പാർട്ടിയോ തുള്ളാൻ കഴിയുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിനോട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇപ്പം സാറ് പറഞ്ഞല്ലോ, ഒരുപാട് ഈ പറയുന്ന പോലെ തെറ്റായ കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം തോന്നിയത്. ഇപ്പൊ ഈ റീസെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അവർ സമൂഹത്തിൽ ഇടപെടുന്നില്ല, കാണുന്നില്ലല്ലോ. അതിനെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളായിട്ട് ഹാൻഡിൽ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പോവാണ്. അല്ല, അതിന് വരേണ്ട ഒരു മാറ്റം ഈ യൗവനങ്ങൾ, വിദ്യാർത്ഥികളും യുവജനങ്ങളും പുരോഗമനപരമായ ആശയങ്ങളോട് കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും അതിലാകൃഷ്ടരാകുകയും ചെയ്യുന്ന കണ്ടുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും ചരിത്രത്തിൻ്റെ പൂർവ്വസ്ഥിതി പരിശോധിച്ചാൽ ഹിറ്റ്ലർ ഇപ്പോൾ ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു പറ്റം യുവജന സംഘടനകൾ പ്രയോജനപ്പെടുത്തിയായിരുന്നു ഫാസിസം നടപ്പാക്കി. അത് ഇറ്റലിയിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു പറ്റം യുവജന സംഘടനകളെ പ്രയോജനപ്പെടുത്തിയിരുന്നു ഈ ഫാസിസം നടപ്പാക്കാൻ. അപ്പോൾ ഫാസിസ്റ്റ് പ്രവണതകൾ വളർന്നു വരുന്നതിന് അനുകൂലമായി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാഹ്യമായി പുരോഗമന ആശയങ്ങളും ആന്തരികമായി പ്രതിവിപ്ലവത്തിൻ്റെ ആശയങ്ങളുമായിരിക്കും. എന്നുവെച്ചാൽ ഈ ചക്കപ്പഴത്തിനകത്ത് എലിവേഷൻ വെക്കുന്ന പോലെയാണ്. എന്നിട്ട് ഇവരെ ആകർഷിച്ച് അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലാണ് ഈ തലമുറയെ വഴിതെറ്റിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ അധമ സംസ്കാരത്തിലേക്ക് വരുന്ന ഈ കഞ്ചാവ്, ചരസ്, LSD, ഹെറോയിൻ, MDMA തുടങ്ങിയിട്ടുള്ള സിന്തറ്റിക് ഈ ലഹരികളുണ്ടല്ലോ. ഏറ്റവും അപകടകരമായി ഇന്നത്തെ യൗവനങ്ങളെ വഴിതെറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടെന്നാണ്. ചിലർ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. എത്രയോ വീടുകളിലാണ് ആ കുഴപ്പം. ഇപ്പം ഇവിടെ വെഞ്ഞാറുമുള്ള 5 പേരെ അമ്മയെ ഉൾപ്പെടെ കൊലപ്പെടുത്താൻ ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? ചേട്ടനെ തല്ലിക്കൊല്ലാനോ അപ്പനെ തല്ലിക്കൊല്ലാനോ അമ്മയെ തല്ലിക്കൊല്ലാനോ ഒക്കെ തോന്നുന്ന മാനസികാവസ്ഥ എവിടുന്ന് വരുന്ന, അവനല്ല ചെയ്യുന്ന, അവനിലെ ഭ്രാന്തൻ ഭീഷണമാണ്. അതിലേക്ക് എത്തിക്കുന്നത് ഈ ഡ്രഗ്സാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഈ മദ്യം, ഈ കള്ളോ ചാരായ കുടിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രാൻഡി വിസ്കി കഴിക്കുന്ന പോലല്ല. ഈ സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് ഏത് കഴിച്ചാലും ഒരാളുടെ മനോനില തെറ്റിക്കുന്ന രൂപത്തിലേ അവനെ കൊണ്ടുപോവുകയാണ്. പിന്നീട് അതില്ലാതെ പറ്റാത്ത രൂപത്തിലേക്ക്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൗവനങ്ങളെ വഴിതെറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാണ്, ഈ സിന്തറ്റിക് ഡ്രഗ്സാണ്. ആ ഡ്രഗ്സിനടിമയായി ഇന്നൊരു ചെറിയ ലോകം അല്ല, അത് വിപുലമായിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. യൗവനങ്ങളെ നേരെ തിരിച്ചു കൊണ്ടുപോകാൻ
അത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഇതിൻ്റെ കാരിയർമാരായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം. എത്രയോ കേസുകളാണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നത് ഈ കേസുമായി. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ യൗവനങ്ങൾ വഴിതെറ്റാതിരിക്കാൻ വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ലോകം അതിവേഗം കുതിച്ചു പായുന്നൊരു കാലഘട്ടമാണ് അതാ സോഷ്യൽ മീഡിയ. ഇപ്പം പത്രം വായിക്കുന്ന ഒരു അപൂർവമാണ്. അതെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറി എന്ത് ഭ്രാന്തം കാണിക്കുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയ ചില ഘട്ടത്തിൽ വൈകൃതങ്ങളല്ലേ. സോഷ്യൽ മീഡിയയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ഗുണമുണ്ട്, അതുപോലെ തന്നെ ദോഷവും വരികയാണ്. എന്തും വിളിച്ചു പറയാൻ, ആരെക്കുറിച്ചും അപവാദം പറയാൻ, എന്ത് തോന്നിവാസം പറയാൻ, ഒരു അധമ സംസ്കാരത്തിൻ്റെ ആവിർഭാവത്തിൽ കൂടി കടന്നു വരികയാണ്. നിരവധി പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകാനാണ് വരുന്നത് ചാറ്റിങ്ങിലൂടെ അല്ലേ. ചാറ്റിങ്ങിലൂടെ എല്ലാം ചീറ്റിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് ഈ സോഷ്യൽ മീഡിയ വരുന്ന ആപത്തിൻ്റെ ഭാഗമാണ്. അതിനൊന്നും ഇപ്പം നിയമങ്ങളില്ല. അപ്പോൾ അതിന് ഈ കാലഘട്ടത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാവേണ്ടതും ഈ അധമ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്ന സോഷ്യൽ മീഡിയയിലെ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് ആയിരുന്നാലും ട്വിറ്റർ ആയിരുന്നാലും വാട്സപ്പ് ആയിരുന്നാലും ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നിടത്ത് പരിശോധിച്ചു നോക്കുള്ളൂ. അതിൽ നല്ലത് വരുന്നതിനോടൊപ്പം അതിൻ്റെ ഇരട്ടി ചീത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് ശത്രുവിനോട് ഒരു മാന്യത, സുഹൃത്തിനോടും അതില്ല എന്നുള്ള ഏറ്റവും വലിയ രൂപത്തിൽ സൈബർ ആക്രമണങ്ങൾ. അതെ, എന്തിനാണ് സൈബർ ആക്രമണങ്ങൾ? ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പറയുന്ന വ്യക്തികൾക്കെതിരെ ഇല്ലാത്ത എന്തെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളാണ് സൈബർ ആക്രമണങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മുടെ അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നം മറ്റേ കേസില്ലേ, ആ കേസിനകത്ത് യഥാർത്ഥത്തിൽ അവരനുഭവിച്ച വേദന, യഥാർത്ഥത്തിൽ ഒരു ജീവപര്യന്തം ഉണ്ടായത് അവർക്കാണ് അല്ലേ. ജീവിതാവസാനം വരെ നഷ്ടം സംഭവിച്ചത് അതിജീവിതയ്ക്കാണ്. അതേസമയത്ത് ഈ കാര്യത്തിൽ അതിനെതിരെ അപ്പുറത്ത് കൂടി നിന്നുകൊണ്ട് ഈ ഒരു ജീവിതക്കെതിരായി സൈബർ ആക്രമണം നടത്തുന്നു. അതിനെ പിന്തുണച്ച മഞ്ജു വാര്യർക്കെതിരായി സൈബർ ആക്രമണം നടത്തുന്നു. മറ്റ് അനുകൂലിച്ച് അഭിപ്രായം പറഞ്ഞവർക്കെതിരായ അഭിപ്രായം നടത്തുന്നു. അത് കേരളീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമല്ലേ. ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും നീതീകരിക്കാനാവാത്ത കടുത്ത അപരാധം എന്നൊരു വാക്കിന് പറയാമെങ്കിൽ അത് തന്നെ അതാണ് ആ സംഭവിച്ചത് അല്ലേ. നാളെ ഒരാൾക്കും സംഭവിച്ചുകൂടാ, ഒരാൾക്കും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന മനസ്സുകളിലുള്ളവർക്ക് ആർക്കും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല ആ ചെയ്ത സംഭവം. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അപലപിക്കേണ്ടതാണ്, അതിനെ തള്ളിപ്പറയേണ്ടതാണ്. അതുകൊണ്ട് ആരോ കുറ്റവാളികൾ അതിൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വരേണ്ടതാണ്. ആരും ഇതിൽ രക്ഷപ്പെടാനും പാടില്ല. ഇങ്ങനൊരു വിഷയം എടുക്കുമ്പോൾ അതിനും രണ്ടു ഭാഗം ചേർന്നിട്ട് ആക്രമണം വരുന്നത് എത്രയോ സംഭവങ്ങൾ അതിന് വരും. നീതിയും ശിക്ഷയും സോഷ്യൽ മീഡിയയിലൂടെ തീരുമാനിക്കരുത്. അതെ, തീർച്ചയായിട്ടും ഇല്ല, ഇപ്പോഴും ആ രൂപത്തിലേക്ക് വരുന്നു എന്നത് കോടതികളെ പോലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ചിലപ്പം യൗവനങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു പുതിയ വകുപ്പ് തുടങ്ങേണ്ടി വരുമല്ലോ. അല്ല, ആ രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അധമ സംസ്കാരത്തിന്റെ ആവിർഭാവമാണ്. തീർച്ചയായിട്ടും അത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കടന്നു വരുന്നു. അതേസമയത്ത് പ്രിന്റ് മീഡിയയിൽ അത്രയും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് നമ്മുടെ വിഷ്വൽ മീഡിയയിലും ചില ബ്രേക്കിംഗ് ന്യൂസുകൾ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലൊക്കെ വന്നാലും ഈ രൂപത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാർ ഇങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന, യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്? യാത്രയേക്കാൾ കൂടുതൽ ഞാൻ വായനയ്ക്ക് ഇഷ്ടപ്പെടുന്നു. ഒരുപാട് വായിക്കും. ഒരുപാട് വായിച്ച മുമ്പ് ഒരു ലൈബ്രറിയിലുള്ള മിക്കവാറും പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർത്തിട്ടുള്ള ആളാണ്. ഒരാള് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കണമെന്ന് സാറിന് തോന്നിയിട്ടുള്ളൊരു ബുക്ക് ഏതായിരിക്കും? നിശ്ചയമായിട്ടും നിരവധി ഗ്രന്ഥങ്ങൾ വായിക്കണമെന്ന്. ഞാൻ ആദ്യം ക്ലാസിക്കുകൾ വായിച്ചിട്ടുള്ളത് മാക്സിം ഗോർക്കിയുടെ മദർ അമ്മ എന്ന പുസ്തകം, അതിനുശേഷം ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും, സാർ ചക്രവർത്തിമാരുടെ ഇവാൻ ദി ടെർബിളിൻ്റെയും സർ നിക്കോളസിൻ്റെയും അടക്കമുള്ള ഭരണത്തിൻ്റെ ഭീകര വശങ്ങളെയും ദുഷിനാറിയ വശങ്ങളെയും റഷ്യൻ ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഒരു വിപ്ലവാവശ്യത്തിലേക്ക് ആ ജനതയെ നയിക്കുന്ന രംഗത്ത് ഈ രണ്ട് ഗ്രന്ഥങ്ങൾക്കും വലിയ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കലയ്ക്കും സാഹിത്യത്തിനത് കഴിയുമെന്നുള്ളതിന് തെളിവാണ് ആ ഉദാഹരണം. ഇപ്പം ദക്ഷിണാഫ്രിക്കയിലെ കവി ബെഞ്ചമിൻ മൊളോയ്സിനെ 30-ാം വയസ്സിൽ തൂക്കിലേറ്റി ഭരണകൂടം. അവിടുത്തെ വർണ്ണപരിയം ഭരണകൂടത്തിനെതിരെ അദ്ദേഹം കവിത എഴുതി. ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർഗ്ഗഭാവനകൾ വളർത്തിയിട്ട് കവിത എഴുതിയപ്പോൾ ആ കവിതയെ സഹിക്കാൻ കഴിയാതെ വന്ന് 30-ാമത്തെ വയസ്സിൽ ആ ചെറുപ്പക്കാരനെ ഈ കവിത എഴുതിയതിൻ്റെ പേരിൽ തൂക്കിലേറ്റി വർണ്ണപരിയൻ ഭരണകൂടം. അപ്പോൾ കലയ്ക്കും സാഹിത്യത്തിനും എത്ര വലിയ പങ്കുണ്ട്, പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സംഭവം വേണ്ട. നമ്മുടെ കേരളത്തിലെടുത്താൽ പൊൻകുന്നം വർക്കിയെ കയ്യാമം വെച്ച് കൽത്തുറം കളിച്ച് സർ സി പി രാമസ്വാമിക്കെതിരെ മന്ത്രിക്കെട്ടും മോഡലും കഥ എഴുതിയതിൻ്റെ പേരിലാണ്. മോഡൽ, അമേരിക്കൻ മോഡല്, ഒരു സിംബോളിക് കഥ, ഒരു തയ്യൽക്കാരൻ ഫ്രാൻസിസിൻ്റെ കഥ പറഞ്ഞിട്ടാണ് സാറത് എഴുതിയിരുന്നത്. അതിനാണ് അദ്ദേഹത്തെ കയ്യാമം വെച്ച് കൽത്തുറം കളിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കൽത്തുറം കളിച്ചത് അത്തരം കേട്ട. അപ്പോൾ കലയ്ക്കും സാഹിത്യത്തിനും എന്ത് പങ്കുണ്ട്. വേടൻ്റെ കൂടാണ്
അതുകൂടാതെ ഇപ്പോൾ വെള്ളയാവരികൾ എത്ര മനോഹരമായി അല്ലേ, വേർപ്പുതുന്നിയ കുപ്പായം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ കാലഘട്ടത്തിൽ എഴുതാൻ കഴിഞ്ഞ ആരാ ഉള്ളത്? ഞാനുകളെ അഭിനന്ദിക്കുകയും അല്ലെ മാലയിടുകയും ചെയ്തിരുന്നു. ആ കവിതയുടെ ശൈലി കണ്ടിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലും അതിനും അവർ സംശയമൊന്നുമില്ല. പിന്നെയുണ്ട് ഈ രംഗത്ത് നമ്മൾ കണ്ടല്ലോ, രാമകൃഷ്ണൻ കലാഭവൻ മണിയുടെ സഹോദരൻ ഡാൻസ് ഭരതനാട്യം നടത്തിയപ്പോൾ അയാൾ മോഹിനിയാട്ടം നടത്തിയപ്പോൾ കറുത്തവൻ എന്തിനാണ് ഇത് അവകാശം എന്ന് ചോദിച്ച് ഒരു സംസ്കാരം ഇവിടെ വളർന്നു വന്നു. തെറ്റല്ലേ അത്? തെറ്റാണ്. അപ്പോൾ ഏത് നിറമുള്ളവനും അത് ഏത് പിന്നോക്കക്കാരനോ ചെയ്യാൻ കഴിയണ്ടേ? മനുഷ്യനല്ലേ അവർ. അപ്പോൾ ആ ഒരു വീക്ഷണത്തിൽ ഇന്നും വ്യത്യസ്ത തലങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ കലയും സാഹിത്യവും സമകാലീന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്ന രംഗമാണ്. അതിലൂടെയാണ് ഒരു നാട് പുരോഗതിക്കുക ആശയപരമായി എടുക്കുമ്പോൾ നിശ്ചയമായും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതൊരു ബുക്ക് വായിച്ചാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പിന്നെ കവികളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കുമാരനാശാനും വയലാറുമാണ്. കുമാരനാശാൻ്റെ മിക്കവാറും കവിതകൾ എല്ലാം ആശാന്റെ വീണ കവിത ചേരും 2 വരി കവിത. പിന്നെന്താ, ആശാന്റെ ഏറ്റവും അവസാനം എഴുതിയ കവിത ഇതാണ്, കരുണയാണ്. അനുപമ കൃപനീതി അഖില ബാണ്ഡവൻ ശാക്യ ജിനദേവൻ ധർമാരശ്മി ചുരിയും നാളിൽ ഉത്തരമാധുരാപൂരി ഉത്തര രോമാഞ്ചത്തിലുള്ള വിസ്തൃത രാജാവിധീതൻ കിഴക്കരുകിൽ കാളിമാ കാളും നമസ്തേ ഉമവയ്ക്കും വൺമാനോജ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞവാതിയിലാകുന്ന അകത്താളിരുന്നാൽ കാണാം ചെറു മതിലിനുള്ളിൽ. വാസവദത്തെ അവതരിപ്പിക്കുന്നതാണ് കരുണയിലൂടെ ആശാൻ. മറ്റ് ചണ്ടാലവേഷ്ടിയിൽ അപ്പോഴുതങ്ങൊരു പെൺകോടിയാം ചെറു ചെപ്പുകൂടാമൊന്നരയ്ക്കുമേലിൽ അഞ്ചീതമായി വള മിന്നുമീടങ്കര പിഞ്ചുലേത കൊണ്ടു ചുറ്റിച്ചേർത്തും വീശും വാലങ്കര വള്ളിയാൽ പാളയും പാശവും ലീലയാം തൂക്കിക്കൊണ്ടും ചെറ്റുകുനിഞ്ഞു അലഞ്ചഞ്ഞ ഭൂമിയെ ചുറ്റി മറച്ചുതം കാന്തി തേടും ലോലപ്പൂം പാദസ്വരത്തിലെക്കിങ്ങിണി ജാലം കിലുങ്ങി മുഴങ്ങുമാറ് മന്ദാമാടുത്തുള്ളോരൂരിൽ നിന്നോ മലർ ഒന്നണയും നീ വഴിക്കിണറ്റിൽ. എന്നുവെച്ചാൽ ചണ്ടാലവീഷ്ടിയിൽ മാതങ്കി, പിന്നോക്കക്കാരിയെ മാതങ്കി വെള്ളം കോരാൻ വരുന്ന ഭാഗം ആശാൻ അവതരിപ്പിക്കുന്നതാണ്. അതിൻ്റെ തുടർന്നുള്ള ഭാഗം ദാഹിക്കുന്നു ഭഗിനി കൃപാരസാമോഹനം കുളിർത്തണ്ണീരിതാശുനി ഓമലേ തരൂതല്ലെന്നതു കേട്ടൊര മനോഹരി അമ്പരന്നോതിനാൾ അല്ലല്ല കഥ ഇരു കഷ്ടമേ അല്ലലാലെങ്ങും ജാതി മറന്നിതു നിജാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ കോപമേലരുതേ പാപമാമിമുള്ളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ ജാരി ചോദിക്കുന്നില്ല സോദരി ചോദിക്കുന്നു നീർനാവു വരണ്ടഹു ഭീതി വേണ്ട തരികനിക്കു നീ എന്ത് ദാഹജലം. അപ്പോൾ ചണ്ടാലവീഷ്ടിയിൽ ആര്യവംശത്തിൽപ്പെട്ട ഉന്നതകുലജാതൻ ആര്യൻ വെള്ളം ചോദിക്കുന്നത് പിന്നോക്കക്കാരിയായ ഈ മാതങ്കിയിൽ നിന്നാണ്. അതാണ് മാതങ്കി ആദ്യം അവതരിപ്പിച്ചിട്ട് കോപമേലരുതി പാപമാവുള്ളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങ് വസിക്കുന്ന ചാമർനായകൻ്റെ കിടാത്തി ഞാൻ എന്നവൾ പറയും. അപ്പോഴും പറയുന്നുണ്ടാ ഞാൻ ജാതി ചോദിക്കുന്നില്ല സോദരി നിർനാവ് വരണ്ടഹോ. അപ്പോൾ അത് റവല്യൂഷനാണ്. ഉന്നത കുലജാതകൻ ബുദ്ധമതക്കാരനായിട്ടുള്ള ആര്യവംശത്തിൽപ്പെട്ട ആനന്ദൻ ഈ പിന്നോക്കക്കാരിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുക. അവൾ ഭയപ്പെട്ടു ആദ്യം ഇത് കൊടുക്കാൻ. പക്ഷേ ആനന്ദൻ്റെ തിരിച്ചുള്ള മറുപടിയിൽ നിർനാവ് വരണ്ടു. അപ്പോൾ പിന്നെ മടിച്ചില്ല, അവൾ വെള്ളം കൊടുക്കുകയാണ്. അത്ര മനോഹരമായ ഹൃദയസ്പർശിയായ കഥയാണ് ചണ്ടാലവീഷ്ടി, ആശാന്റെ കവിതയാണ്. എങ്ങനെ ഈ വരികളൊക്കെ ഓർത്തു വെക്കുന്നത്? വായിച്ച് പഠിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ അതൊക്കെ മറന്നുപോയി എന്ന് പറയുമല്ലോ. അല്ല, അതൊക്കെ സാധാരണഗതിയിൽ ഈ ഞാൻ വായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കാറുണ്ട്. ആണല്ലേ? സിനിമയൊക്കെ കാണാറുണ്ട്? സിനിമയും കാണാറുണ്ട്. ആണോ? ആരെ ഇഷ്ടപ്പെട്ട നമുക്ക് അല്ലെങ്കിൽ ഒരു ജോണറൊക്കെ ഉണ്ടാവുമല്ലോ? അല്ലുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ, മതിലുകൾ, അതുപോലെ തന്നെ സ്വയംവരം, പിന്നെ പുതിയ സിനിമകളൊക്കെ പുതിയ സിനിമകളും കാണാറുണ്ട്. പൃഥ്വിരാജും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയതാണോ? അല്ല, അതിന് മുമ്പത്തെ ആടുജീവിതം. അതാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ആടുജീവിതം. അതിൽ ആ ഗോകുലും പൃഥ്വിരാജും അതിഗംഭീരമായ, ഞാനത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 5 അവാർഡെങ്കിലും കിട്ടുന്നു. 9 അവാർഡ് കിട്ടി. ഭയങ്കര. ഞാൻ ആ പുസ്തകം നേരത്തെ വായിച്ചിരുന്നു. നജീബിനെ പൃഥ്വിരാജാണ് വെച്ചാൽ മറ്റേ ഗോകുൽ അവതരിപ്പിച്ചത്. ഗോകുൽ വളരെ ഗംഭീരമായിട്ട് പുതിയൊരു സ്റ്റൈലായിരുന്നു. സാധാരണ അഭിനയം, നാടകം
ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് KK റോഡ് എന്ന് പറയുന്നൊരു സിനിമ. ഏത് വർഷമായിരുന്നത്? അത് MLA ആയിരിക്കുമ്പോഴാണ്, അന്നൊരു മന്ത്രിയായിട്ട്, ടൂറിസം മന്ത്രിയായിട്ട്. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ കഥ എന്ന് പറയുന്ന മറ്റൊരു സിനിമ, അതിലും ഒരു കേന്ദ്രമന്ത്രിയായിട്ടാണ്. അപ്പോൾ ഞാൻ മന്ത്രിയായി. അതായത് ഒറിജിനൽ മന്ത്രി ആവുന്നതിന് മുന്നേ നമ്മൾ മന്ത്രിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് അനുഭവം അഭിനയിക്കുന്ന ഒരു? അന്നേരം തോന്നിയപ്പോൾ അവര് വന്ന് ഒരു സംവിധായകർ വളരെ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് ചെറിയ റോളേ ഉള്ളൂ, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഒരു ജാട എടുക്കാതെ ഞാൻ പോയി അഭിനയിച്ചാണ്. ഇത് രണ്ടും തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ട്. സാറിന് അഭിനയിക്കണം തോന്നിയിട്ടൊരു വേഷം ഏതാ? പോലീസിന്റെ ക്യാരക്ടർ? അങ്ങനൊന്നുമില്ല, അവര് പറഞ്ഞിരുന്ന 2 മന്ത്രി അല്ല, നമുക്കൊരു അഭിനയം നമുക്ക് ഇല്ലില്ല, അങ്ങനെ ഒരു രൂപത്തിലേക്ക് വന്നില്ല. പിന്നെ ഈ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഈ 2 കഥാപാത്രങ്ങളും ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയെന്നുള്ളത്. അതിന് ഒന്നിൽ KK റോഡ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ BJPയുടെ CK പത്മനാഭൻ മുഖ്യമന്ത്രി, PC ജോർജ് പ്രതിപക്ഷ നേതാവ്, ഞാൻ ടൂറിസം മന്ത്രിയായിട്ടാണ്. ഞാൻ പോയി പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റാണ്. കൊടിയേറ്റ സിനിമയിൽ ഞാൻ എപ്പോഴും മറക്കാത്തൊരു കഥാപാത്രമുണ്ട്, ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി ഇങ്ങനെ മന്ദബുദ്ധിയാണ്. പെണ്ണ് കാണാൻ പോവുക, നല്ലൊരു കുപ്പായമൊക്കെ തേച്ചിട്ടിട്ട് ഒരു ബോക്കറുമായിട്ട്. നടന്നു പോകുമ്പോൾ ഒരു തടിലോറി ഇങ്ങനെ വന്ന് ചെളി ചാടിയിട്ട് ആ വെള്ളക്കുപ്പായത്തിന് മുഴുവൻ ചെളി തെറിച്ചു. അപ്പോൾ ശങ്കരൻകുട്ടി തിരിച്ചു നിന്നിട്ട് പറയാം, അയ്യോ എന്തോ സ്പീഡാണല്ലേ. അവനെ തെളി തെറിച്ചതിനെ കുറിച്ച് യാതൊരു വിഷമവുമില്ല, ആ ലോറിയുടെ സ്പീഡിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. ആ രൂപത്തിൽ അടൂർ ബാലകൃഷ്ണൻ അവതരിപ്പിച്ച എന്തോ ഒരു വലിയൊരു വീക്ഷണമാണെന്നറിയാമോ അതിനകത്ത്. വെച്ചാൽ ആ കാലഘട്ടത്തിൽ അത് സിംബോളിക്കായിട്ട് അവതരിപ്പിച്ച ആ കാലഘട്ടത്തിൽ ഈ സമൂഹം ഈ നിഷ്കളങ്കരായ മനുഷ്യരുടെ മേൽ തെളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെളിയെക്കുറിച്ച് ബോധവാനാക്കാനാണ് പുള്ളിയുടെ ഈ പ്രയോഗം. പക്ഷേ അതിൽ മറ്റൊരു രൂപത്തിലാണ് ഇതിനെ കണ്ടിട്ട് അതിൻ്റെ സ്പീഡിനെ കുറിച്ചാണ് ആസ്വദിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മറ്റേ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കൊടിയേറ്റം മനോഹരമായ ഒരു സിനിമയാണ്. ഇത് കാണുന്നവരും ന്യൂ ജനറേഷൻ പിള്ളേരാണെങ്കിലും ആരാണെങ്കിലും കാണാത്തവരൊക്കെ അങ്ങനത്തെ ഫിലിമുകൾ കാണണം. അങ്ങനത്തെ ഫിലിമുകളാണ് ഞാൻ പറയുന്നത്. സ്വയംവരം കാണേണ്ടതാണ്, മതിലുകൾ കാണേണ്ടതാണ്. അതുപോലെ തന്നെ ജയരാജിൻ്റെ നിരവധി സിനിമകളുണ്ട്. നല്ല കരുണം സിനിമ, അതിന് സുവർണ്ണ ശൗരം കിട്ടിയതാണ് കരുണം. മധ്യ തിരുവിതാംകൂറിൽ ശവം ക്യൂ നിൽക്കുന്നത് ഉൾപ്പെടെ കുടുംബത്തും ബന്ധങ്ങളിലെ പവിത്രത ചൂണ്ടിക്കാണിക്കുന്ന മനോഹരമായ ചിത്രമാണ് ജയരാജൻ്റേത്. പിന്നെ ഒറ്റാൽ എന്ന് പറയുന്നൊരു സിനിമ, അദ്ദേഹം അതിന് അവാർഡ് കിട്ടിയതാണ്. പിന്നെ ഇപ്പോൾ ഈ അത്തരം അവാർഡ് കിട്ടിയ ചിത്രങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നതിൽ നമ്മുടെ വിജയരാഘവൻ അവാർഡ് കിട്ടിയ പൂക്കാലം, ഇത് മനോഹരമായിട്ട് നല്ല ഗംഭീരമായിട്ട് ആ പിന്നെ പൂക്കാലത്തിലെ കാരണവരെ പുള്ളി അവതരിപ്പിച്ചു. വിജയരാഘവൻ ഒന്നുമില്ലാത്തൊരു, ഞാനത് കണ്ടിറക്കിയപ്പോഴേ പറഞ്ഞു ഇദ്ദേഹത്തിന് അവാർഡ്, കേന്ദ്ര അവാർഡ് ഉറപ്പാണ്. സംസ്ഥാനത്തെ അവാർഡ് ആദ്യം കിട്ടിയല്ലോ, അതുകൂടെ കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ അത് കിട്ടി, മനോഹരമായിട്ട് പൂക്കാലം. ഞാൻ കരുതിയതേ, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ സാറിൻ്റെ ഇൻ്റർവ്യൂസും വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എല്ലാം മീഡിയയിലൂടെ ആണല്ലോ വരുന്നത്. സാറ് ഭയങ്കര ചൂടനാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഒരു വിഷയത്തിൽ പ്രാധാന്യത്തോടുകൂടി പറയുമ്പോൾ അത് മറ്റേ ഒരു ബഫൂൺ വേഷത്തിൽ പോയിക്കൂടാ. അതിന് പ്രാധാന്യവും ഗൗരവവും കൊടുത്തുകൊണ്ടായിരിക്കണം അത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുക. മറിച്ച് അല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ഏത് വിഷയത്തെയാണോ സമീപിക്കുന്ന ആ വിഷയത്തിൻ്റെ പ്രാധാന്യവും സന്ദർഭവും ഒക്കെ അനുസരിച്ചാണ് നമ്മളിലെ ഭാവവ്യത്യാസങ്ങളും അതിലുള്ള സമീപനങ്ങളും എല്ലാം വരിക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല, ലീഡർഷിപ്പ് അൺഫിൽറ്റേഡ് ശരിക്കും അർത്ഥവത്താവുന്നത് ഇവിടെയാണ്. കാരണം ജനങ്ങൾ തീർച്ചയായിട്ടും, കാരണം നമ്മളൊരു മന്ത്രി എന്ന് പറയുമ്പം അത് ചുമ്മാ ഒരു മന്ത്രി ആവുന്നതല്ല. ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് അറിവ് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ. അത് ബുക്ക് വായിക്കൽ മാത്രമല്ല, അവരോട് ചോദിക്കുന്നു, അവരെ നേരിട്ട് അവരെ പോയി കാണുന്നു, അതൊക്കെ വളരെ വലിയൊരു കാര്യം. അങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്കൊരു പുസ്തകത്തിൽ വായിച്ച തിയറി ആയിരിക്കും, തിയറിയും പ്രാക്ടിക്കലും രണ്ടാണ്. തപാലിൽ കൂടി നീന്തൽ പഠിച്ചാൽ വെള്ളത്തിറങ്ങി നീന്തണം. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ പ്രായോഗികത, എല്ലാ വിഷയങ്ങൾക്കും തിയറിയും പ്രാക്ടിക്കലും തത്വവും പ്രയോഗവും പരസ്പരം ബന്ധിപ്പിക്കണം. ആ തത്വം പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് മഹാനായ ലെനിൻ കാട്ടിത്തന്നത്. ആശയം മാർക്സിൻ്റെ എംഗൽസിൻ്റെതാണ്, മാനിഫെസ്റ്റോ. അതേസമയത്ത് ആദ്യമായി ലോകത്ത് പ്രയോഗത്തിൽ കാണിച്ചത് ലെനിനാണ്. അതിനെ വിവിധ തരത്തിൽ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടാണ് ലെനിൻ പ്രായോഗികമാക്കിയത്. അങ്ങനെ ഇപ്പം നിയമം കൈവിട്ടൊന്നും ചെയ്യണ്ട, ആ നിയമം ധാർമ്മികതയിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും ചില വിഷയങ്ങളിൽ. അത് നമ്മളൊക്കെ ആ രൂപത്തിൽ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഭരണാധികാരികളെ മാറുക. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക് എന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തിൽ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നതാണ്. അല്ല, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ.
കാരണം തോൽവി എന്ന് പറയുമ്പോൾ അതിലുണ്ട് ജീവിതം യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം സാർ. കാരണം എനിക്ക് തോന്നുന്നത് നമുക്ക് അലോട്ട് ചെയ്ത സമയത്തിന് ഒരുപാട് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് പേർക്ക് സന്തോഷം നൽകാൻ സാധിക്കും. ഓൾവേസ് വെൽക്കം. താങ്ക് യു സാർ.